ഖുറാനിലെ വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയം. അള്ളാഹു ആണല്ലോ ഈ കലാമിന്റെ നാഥൻ, അതല്ലെങ്കിൽ ഖുർആനിന്റെ ഉടയവൻ. അള്ളാഹുവിലേക്കാണല്ലോ ചേർക്കപ്പെട്ടത്. അപ്പൊ അള്ളാഹുവിന്റെ കലാമായ ആ അള്ളാഹുവിനാണ് നമ്മൾ ആദ്യം പരിചയപ്പെടും. അപ്പൊ അള്ളാഹു എന്ന് പറയുന്ന ആ അസ്തിത്വം, ഇപ്പൊ ഖുറാനിലെ എല്ലായിടത്തും ഉള്ള ഒരു വാക്കാണ് അള്ളാഹു. അള്ളാഹു എന്നിങ്ങനെ വരും, പലയിടങ്ങളിൽ വരും. അത് ലാമുൽ ജലാല എന്ന് പറയാ. ലാമുൽ ജലാല എന്ന് പറഞ്ഞാൽ ലാമിന് ഷദ് വരുമ്പോ അത് ആയി മാറുകയാണ്. അള്ളാഹ് എന്ന് പറയുന്ന അക്ഷരമല്ല, ലാമിന് ഷദ് വരുന്നു, ലാമുൽ ജലാലയാണ്. അപ്പോ ആ അള്ളാഹുവിന് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പറയാറുണ്ട് അല്ലെ. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അള്ളാഹു നമ്മുടെ റബ്ബാണ്. മറ്റൊന്ന്, അള്ളാഹു നമ്മുടെ ഇലാഹാണ്. മറ്റൊന്ന്, അള്ളാഹുവിന് കുറച്ച് നാമങ്ങളുണ്ട് അല്ലെ. കുറച്ച് നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 99 നാമങ്ങൾ എങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. ഖുറാനിലെ 99 കൂടുതലുണ്ട്, ഹദീസുകളിൽ അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോ 99 നാമങ്ങൾ എന്ന് അതിനെക്കുറിച്ച് പറയുമെങ്കിലും ആ 99 നാമങ്ങളെ ഇത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ നമുക്കറിയാവുന്ന സമീഉൽ ബസീറുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ മുതകബ്ബിർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പദങ്ങളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത വിഷയങ്ങളിലേക്ക് പോകാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അള്ളാഹു നമ്മുടെ റബ്ബാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം റുബൂബിയത്തുള്ളതാണ്. അള്ളാഹു നമ്മളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് എന്ന് പറയാം. തൗഹീദുർ റുബൂബിയ എന്ന് പറയും. അള്ളാഹു നമ്മളുടെ റബ്ബായി വരുന്ന കാര്യത്തിൽ നമുക്ക് അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കുൽ അഊദു ബി എന്താണ്? കുൽ അഊദു ബി റബ്ബിന്നാസ്. ആദ്യത്തെ ഭാഗമാണ് അഊദു ബി റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അപ്പൊ അതിലെ ആ റബ്ബും ആ മലിക്കും ഒഴിവാക്കി ഇലാഹും. അപ്പോ അള്ളാഹു നമ്മളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അള്ളാഹു നമ്മളുടെ ഇലാഹാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അള്ളാഹു അസമീ ആണ്, ബസീർ ആണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ 99 നാമങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോ അതിനൊക്കെ കുറിച്ച് ഇപ്പോ ഓരോ ക്ലാസ്സിലും വേണമെന്നുണ്ടെങ്കിൽ സമീ എന്താണെന്ന് ഒരു ക്ലാസ്സിൽ തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് തന്നെ 100 ക്ലാസ് എടുക്കാം. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സംഗതിനെ കുറിച്ചും കിട്ടും. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നത് എങ്ങനെയെന്നും കൂടി പഠിക്കണം കേട്ടോ. അതങ്ങനെ മനസ്സിലാക്കണം. ലേൺ ടു ലേൺ ആണ്. പഠിക്കൽ. ലോകത്ത് എന്തോ അങ്ങനെയുണ്ട്, പഠിക്കലുണ്ട്, പഠിക്കലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പഠിക്കാൻ മാത്രം നോക്കുള്ളൂ. അപ്പോ പറ്റുക എന്താന്ന് വെച്ചാൽ പറ്റൂല എന്ന് വെച്ചാൽ അങ്ങോട്ട് വിട്ടുപോകും. ശരിക്കും പഠിക്കാൻ, അതെങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്നുള്ളത് പഠിക്കണം. ഡ്രൈവിംഗ് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അല്ലെ. ഡ്രൈവിംഗ് തന്നെ പഠിക്കില്ല, പഠിച്ചെടുക്കാനൊന്നും നോക്കും. അതേപോലെ തന്നെ ലോകത്തുള്ള ഈ ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ എന്തെങ്കിലും ഒരു വായന, പഠനം എന്നൊക്കെ പറഞ്ഞ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മളിങ്ങനെ പയ്യെ ഉണ്ടാക്കിയെടുക്കും. ചില ആളുകൾ വേഗം ഖുറാനൊക്കെ വായിച്ച് ഉറങ്ങിപ്പോകും എന്നൊക്കെ പറയും, പഠിച്ചാൽ ഉറങ്ങിപ്പോകും എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ പയ്യെ നമ്മുടെ ബ്രെയിനിന് കുറച്ച് ജിമ്മ് കൊടുക്കണം. അതിനെങ്ങനെ ഒന്ന് വ്യായാമങ്ങൾ കൊടുക്കണം. ഇപ്പൊ അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. റബ്ബ് എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ എത്രയോ തവണ, 100-ലധികം തവണ ഉപയോഗിക്കപ്പെട്ട ഒരു പദമാണ്. എത്രയോ തവണ ഉപയോഗിക്കപ്പെട്ട പദമാണ്. ഇപ്പൊ റബ്ബ്, ഇലാഹ് എന്ന് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം നമ്മുടെ ഹബീബ് സാഹിബേ, നിങ്ങളത് ഷെയർ ചെയ്യോ? ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂല. അത് ഇങ്ങനെ ഏതെങ്കിലും ആളുകൾക്ക് സൂം ചെയ്ത് വായിക്കാൻ പറ്റുമെങ്കിൽ ആവശ്യത്തിന് ഇട്ടു എന്നേ ഉള്ളൂ. ഇപ്പൊ റബ്ബ് എന്നുള്ളതിന് ഭാഷാപരമായി അറബി ഭാഷയിൽ റബ്ബ് എന്നുള്ള വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഉടമസ്ഥൻ എന്ന അർത്ഥമാണ്. മറ്റൊന്ന്
കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. ഒന്ന് മാലിക് എന്നൊരർത്ഥം റബ്ബിനുണ്ട്, മറ്റൊന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ, അതുപോലെ തന്നെ ആസൂത്രകൻ, ഉടമസ്ഥൻ, കാര്യങ്ങൾ യഥാവിധം ചെയ്യുന്നവൻ എന്നൊക്കെ ഒരു അർത്ഥം അറബി ഭാഷയിൽ റബ്ബ് എന്നുള്ളതിനുണ്ട്. ഇപ്പൊ നമ്മൾ റബ്ബ് എന്ന് കേൾക്കുമ്പോ, ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് നിങ്ങൾ അർബാബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോ റബ്ബ് എന്നുള്ള വാക്ക് അള്ളാഹ്ക്ക് മാത്രമല്ല പറയാ. റബ്ബ് എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സംഗതിയുടെ യജമാനൻ എന്നുള്ള അർത്ഥത്തിലും അറബി ഭാഷയിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് AI അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തശ്ശൻ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോ ഞാൻ ഒട്ടകങ്ങളുടെ റബ്ബാണ് എന്ന് അബ്രഹത്ത് ആക്രമിക്കാൻ വരുമ്പോ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, നബിയുടെ വെല്ലിപ്പ പറയുന്നുണ്ട്, ഞാൻ ഒട്ടകങ്ങളുടെ റബ്ബാണ്. ഈ കഅബക്കാകട്ടെ വേറൊരു റബ്ബുണ്ട്, അത് എന്റെ ഒട്ടകങ്ങളുടെ റബ്ബ് ഞാനാണ്. അത് അബ്ദുൽ മുത്തലിബ് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതായത് അന റബ്ബുൽ ഇബിൽ, അന റബ്ബുൽ ഇബിൽ, ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ്. വലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി, ഈ കഅബക്കാകട്ടെ വേറൊരു റബ്ബുണ്ട്. അപ്പൊ രണ്ടിടത്തും അബ്ദുൽ മുത്തലിബ് ഉപയോഗിച്ച പദം എന്താണ്? റബ്ബ് എന്നാണ്. അപ്പോ ഭാഷാർത്ഥത്തിൽ റബ്ബ് എന്നുള്ളത് ഉടമസ്ഥൻ എന്നുള്ള കാര്യത്തിന് വേണ്ടി പറയും. ഒരു കുടുംബനാഥനെ കുറിച്ച് റബ്ബ് ഉസ്ര എന്ന് പറയും അറബി ഭാഷയിൽ, കുടുംബനാഥൻ എന്ന് പറയും. കുടുംബം പോറ്റുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ യുറബി ഉസ്ര, റബ്ബ യുറബി, തർബീയത്തിന്റെ ആ വാക്ക് തന്നെ ഉപയോഗിക്കും. ഇനി മൃഗങ്ങളെ വളർത്തുന്നതിന് വരെയും റബ്ബ യുറബി എന്ന് ഭാഷയിൽ ഉപയോഗിക്കും. പക്ഷേ ഇതിന് ഇസ്ലാമിക സാങ്കേതിക ശബ്ദത്തിലെ അർത്ഥത്തിൽ, അടുത്ത ഇതിലേക്ക് പോയാല്, അടുത്ത സ്ലൈഡിലേക്ക് പോയാല്, ഈ ഇസ്ലാമികമായി ഇതിന്റെ ഒരു അർത്ഥം എന്താന്ന് വെച്ചാല്, അള്ളാഹു സുബ്ഹാനഹു തആല ഇഫ്രാദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രം, അള്ളാഹുവിന്റെ പ്രവൃത്തികളെ അള്ളാഹുവിന് മാത്രം കൊടുക്കുക. അതാണ് അവന് തുല്യനായി മറ്റാരും ഇല്ലെന്ന് വിശ്വസിക്കുക. അതാണ് ശരിക്കും റബ്ബ് എന്ന് പറഞ്ഞാൽ. അതായത് അള്ളാഹിന്റെ പ്രവൃത്തികൾ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് എന്തിനെങ്കിലും കുറിച്ച് കരുതിയാല് അള്ളാഹിനെ അയാൾ റബ്ബായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതായത് ഏറ്റവും ചുരുങ്ങിയത് അത് അതിന്റെ ഒരു ഇസ്ലാമികമായി അൽ ഹൽക്ക്, ഒന്ന് സൃഷ്ടിപ്പാണ്, മറ്റൊന്ന് റിസ്ക്. ഈ ലോകത്ത് റിസ്ക് തരുന്നത് അള്ളാഹു ആണെന്ന് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് കരുതിയേ പറ്റൂ. അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എല്ലാറ്റിനെയും കുറിച്ച് കരുതിയേ പറ്റൂ. അൽ ഇഹ്യാ, ഈ ലോകത്ത് എല്ലാത്തിനെയും അള്ളാഹു ജീവിപ്പിച്ചതാണെന്ന് കരുതിയേ പറ്റൂ. അൽ ഇമാത്ത, മൗത്ത്, എല്ലാറ്റിനെയും മരിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്ന് കരുതിയേ പറ്റൂ. തദ്ബീർ, ഈ ലോകത്തിന്റെ പ്രപഞ്ച നിയന്ത്രണം, ആസൂത്രണം. അതായത് എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായി, എവിടെയെങ്കിലും സുനാമി ഉണ്ടായി, വേലിയിറക്കുണ്ടായി, വേലിയേറ്റുണ്ടായി, ചന്ദ്രഗ്രഹണം ഉണ്ടായി, സൂര്യഗ്രഹണം ഉണ്ടായി, അങ്ങനെ ഉണ്ടല്ലോ. ഈ ലോകത്ത് എന്ത് എങ്ങനെ സംഭവിക്കണം, മനുഷ്യന്മാര് ആക്സിഡന്റ് ഉണ്ടായി, മരണം ഉണ്ടായി, ഈ കാര്യത്തിൽ അള്ളാഹു ആണ് റബ്ബ്. അപ്പൊ എന്തുകൊണ്ട് നമ്മള് അള്ളാഹുവിനെ, ഇനിയിപ്പോ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അള്ളാഹുവിനെ ഇലാഹായി മനസ്സിലാക്കും. അള്ളാഹു ഇലാഹാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാ? അള്ളാഹു നമ്മുടെ റബ്ബാണ്. റബ്ബായ ഒരാളെ നമ്മളുടെ എന്താവുള്ളൂ? ഇലാഹാവൂ. അപ്പൊ നമ്മളുടെ യഥാർത്ഥ റബ്ബ് അവിടെയാണ്. ഭാഷാർത്ഥത്തിൽ നമുക്ക് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുമ്പോൾ റബ്ബ് 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 എന്നൊക്കെ ഉപയോഗിക്കും, അർബാബ് എന്നൊക്കെ ഉപയോഗിക്കും. പക്ഷെ യഥാർത്ഥ മനുഷ്യരുടെ റബ്ബ് എന്നുള്ളത് മനുഷ്യനെ സൃഷ്ടിക്കാനും അവർക്ക് റിസ്ക് കൊടുക്കാനും അവരുടെ അവരുടെ അവരെ ജീവിപ്പിക്കാനും അവരെ മരിപ്പിക്കാനും അവരുടെ കാര്യങ്ങളിലെല്ലാം പ്ലാൻ ചെയ്യാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിനി, അള്ളാഹ് എന്റെ റബ്ബാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, ഇപ്പൊ നഹാസ് എന്ന് പറയുന്ന ഞാൻ, അതുപോലെ നിങ്ങളെ കുറിച്ച് ആലോചിക്കും. എന്റെ റബ്ബാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ എന്നെ സൃഷ്ടിച്ചത് അള്ളാഹ്. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ ജനിച്ചു വന്നപ്പോ വാപ്പാടും ഉമ്മാടും ഇങ്ങനെ കുട്ടിയായി വന്നു, അതതിന്റെ ഒരു വഴിയാണ്. അള്ളാഹ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്ത് വന്നതാണ്, അല്ലാതെ ഉമ്മയും പാപ്പയും കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ വന്നതൊന്നല്ല. കാരണം കല്യാണം കഴിക്കുന്ന ഒരു പ്രോസസ്സിൽ നിങ്ങൾ ജനിച്ചോളണമെന്നില്ല.
ലോകത്തെ വേറെ ആരെങ്കിലും ജനിക്കാം. നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ ആയിട്ട് എവിടേക്കോ ജനിച്ചത് അള്ള എന്നെ സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു റബ്ബാണെന്ന് പറയുമ്പോൾ അള്ള എന്നെ സൃഷ്ടിച്ചു. മറ്റൊന്ന്, എനിക്ക് റിസ്ക് കിട്ടുന്നു. ഞാൻ ജനിച്ചത് മുതൽ ഉമ്മാന്റെ പാല് കുടിക്കുന്നു. ചിലപ്പോൾ ഉമ്മാന്റെ പാല് കുടിക്കാതെ ഞാൻ വളരുന്നു. ഞാൻ എന്താണ് ജോലിക്ക് പോകുന്നു. അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ജോബ് ഇതായിരുന്നു. ഞാൻ പഠിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോബ് എനിക്ക് കിട്ടി. ഞാൻ വളരെ മെച്ചപ്പെട്ട ഒരു പഠനം നടത്തി. പക്ഷെ ഞാൻ അർഹിച്ച ജോബ് എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്റെ മക്കൾക്ക് റിസ്ക് കൊടുക്കുന്നു, ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് കരുതുന്നു. അല്ല, ഞാൻ മുഖേന അള്ളാഹു കൊടുപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നാം ആണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. അപ്പൊ അള്ളാഹ് റബ്ബാണെന്ന് പറയുമ്പോൾ എന്നെ സൃഷ്ടിച്ച, എനിക്ക് റിസ്ക് നൽകുന്ന അള്ളാഹ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മറ്റൊന്ന് ഉപജീവനം നൽകലാണ്. ഉപജീവനം നൽകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിസ്കിന്റെ വേറൊരു സംഗതിയാണ് പടച്ചോൻ നമുക്ക് ഇഷ്ടപ്പെട്ട അത് കഴിഞ്ഞു, അത് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് ജീവിപ്പിക്കൽ. ഇപ്പോ ഒരാള് അപ്രതീക്ഷിതമായി നമ്മുടെ ഒരു ഒരു ജനനം സംഭവിക്കും. അപ്രതീക്ഷിതമായ ജനനം എന്ന് പറഞ്ഞാൽ ഇപ്പോ ആദം നബി അലൈഹി സ്വലായുടെ ഉദാഹരണം എടുത്താൽ മതി. നമ്മൾ അപ്പൊ ആദമിനെ അള്ള സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, നമുക്കിപ്പോ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ അള്ള സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോ അതും ഒക്കെ അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ ആദം അലൈഹി സ്വലാമയെ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഇല്ലാതെ അള്ള ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കണം? ജീവൻ കൊടുക്കുന്നത് അള്ളയാണ്. ഒരു കോഴീനെ അടിയില് എന്താണ് അടയിരിക്കൂല, അത് അടയിരുന്നിട്ട് അതിങ്ങനെ വിരിഞ്ഞു വരുമ്പോ അതില് 10 മുട്ട വെച്ചിട്ട് അതില് 4 മുട്ട കെട്ടുപോകും. 6 മുട്ടയിൽ നിന്നാണ് ജീവൻ വരുന്നത്. അപ്പൊ അള്ളാടെ തീരുമാനമാണ്. മരിപ്പിക്കുന്നത്, ജനിച്ച ഉടനെ ഒരു കുഞ്ഞ് മരിക്കും. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര സങ്കടാവും. പക്ഷെ അള്ള റബ്ബാണ് എന്ന് മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ അവകാശമാണ്, അള്ളാഹുവിന്റെ മശീഅത്താണത്. മറ്റൊന്ന് പ്രപഞ്ച നിയന്ത്രണം. ഈ ലോകത്ത് രാവ് പകല്, അതുപോലെ തന്നെ കര, കടൽ, കാറ്റ്, സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ മനുഷ്യനിങ്ങനെ നോക്കിക്കണ്ട് ഇങ്ങനെ അതിന്റെ എണ്ണവും വണ്ണവും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇതൊന്നും മനുഷ്യന്റെ അല്ല, റബ്ബിൻ്റെതാണ്. അപ്പൊ ഇതില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതിൽ വേറെ വല്ലവർക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരാം. ഇതില് കുറച്ച് ഭാഗങ്ങൾ അതിന് ശേഷം പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ഇതിനെ ഇപ്രകാരം നിർവചിക്കുന്നു: ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും സൂത്രധാരനും, ഈ സൂത്രധാരൻ എന്നൊക്കെ പറഞ്ഞാൽ പ്ലാനിങ് എന്നാണ് അർത്ഥമുള്ളൂ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവനും അള്ളാഹു മാത്രമാണെന്നും അവന് യാതൊരു പങ്കുകാരനില്ലെന്നും. ഇത് പ്രധാനമാണ്. അള്ളാഹിനെ പോലെ അള്ളാഹിനെ കുറച്ച് പേര് ഇങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കരുതിയാല് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലുള്ള മതങ്ങളിൽ നിന്ന് ഇസ്ലാം എങ്ങനെ വ്യത്യാസപ്പെടുന്നു? നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിന്റെ ആൾക്കാർ തന്നെയും അള്ളാഹിനെ കുറിച്ച് റബ്ബ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് കാഴ്ചപ്പാടില് അള്ളാഹിന്റെ ഒപ്പം കുറച്ചു പേരും കൂടി ഉണ്ട്, അതല്ലെങ്കിൽ അള്ളാഹിന്റെ തൊട്ട് താഴെയും അള്ളാഹിനെ സഹായിക്കാൻ കുറച്ചു പേരുണ്ട് എന്നവർ പറയണം. അപ്പോ യാതൊരു പങ്കുകാരനും ഇല്ലെന്നും പൂർണ്ണമായി സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയിലും മറ്റാർക്കും പങ്കില്ല. ഇതിന്റെ ഭാഷാർത്ഥം ഞാനൊന്ന് അറബിയിൽ അതിന്റെ ടെക്സ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ അറബിയിൽ തന്ന ടെക്സ്റ്റിന്റെ മലയാളം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിർവചനമാണോ? ചില സംഗതികളുടെ നിർവചനം പഠിച്ചു നോക്കൽ വളരെ ആവശ്യമാണ്. നിർവചനം ഇല്ലാത്തൊരു സംഗതിയും, നമ്മളിപ്പോ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാല് എന്താണ് കയ്യിൽ കിട്ടുമ്പോൾ മാത്രമല്ലല്ലോ, മൊബൈൽ ഫോണിനൊരു നിർവചനം ഉണ്ടാവും. നമുക്ക് ഒരു കാലത്ത് നമ്മൾ കോള് മാത്രം ചെയ്തിരുന്ന, പിന്നെ മെസ്സേജ് അയച്ചിരുന്ന, പിന്നീട് അതിനുശേഷം വാട്സപ്പ് ചെയ്തിരുന്ന, ഇങ്ങനെ 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 കുറെ സംഗതികൾ. ഇപ്പോ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മൊബൈൽ ഫോണിന്റെ നിർവചനമല്ല, ഇപ്പോഴത്തെ മൊബൈൽ ഫോണിന് വേറെ നിർവചനമാണ്. ഫോൺ എന്ന് പറഞ്ഞാൽ വേറെ നിർവചനമാണ്. ടെലഫോൺ, അങ്ങനെ ഈ ഓരോ സംഗതിക്ക് നിർവചനം ഉണ്ടാവും. അപ്പോ അള്ള റബ്ബാണെന്ന് പറയുമ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇന്നതൊക്കെയാണ് റബ്ബ് എന്ന് മനസ്സിലാക്കണം. അള്ളയാണ് സൃഷ്ടിച്ചത്, അള്ളയാണ് റിസ്ക് തരുന്നത്, അള്ളയാണ് ജീവിപ്പിക്കുന്നത്, അള്ളയാണ് മരിപ്പിക്കുന്നത്, അള്ളയാണ് പ്ലാൻ ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈ 5 കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണം. അള്ള റബ്ബാണെന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം കേട്ടോ. ചാം ഇനി നോക്കിക്കോ. ജീവൻ നൽകുന്നതിലോ മരിപ്പിക്കുന്നതിലോ ഉപജീവനം നൽകുന്നതിലോ ഈ പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിലോ അള്ളാഹുവിന് പങ്കാളികളേ ഇല്ല. അതിനാൽ അള്ളാഹുവിന്റെ ഈ പരമാധികാരത്തിൽ
അതായത് റുബൂബിയത്ത് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ ആരെങ്കിലും ഒരാളെ പങ്കു ചേർത്താൽ, ഇസ്ലാം ഇവിടെയാണ് അള്ളാഹുവിനെ കുറിച്ച് കുൽ അഊദു ബി റബ്ബിന്നാസ്, റബ്ബാണ് അവൻ, ജനങ്ങളുടെ റബ്ബ് അവനാണ്. അപ്പോ ഇത് ഈ ലോകത്തെ എല്ലാവരെയും നിരാകരിച്ചു. അതില് പ്രവാചകന്മാർ പോലും ഇതിന് പുറത്താണ്, മലക്കുകൾ പോലും പുറത്താണ്, പിന്നെയാണ് മനുഷ്യന്മാര്, പിന്നെയാണ് വിഗ്രഹങ്ങള്. അള്ളാണ് റബ്ബ്. അങ്ങനെ ആരെങ്കിലും ഒരാളെ പങ്കു ചേർത്താൽ, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി തന്നെ ആരെങ്കിലും കരുതിയാൽ, സമന്മാരായി കരുതിയാൽ, അയാൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നത്, അയാൾ മുശ്രിക്കായി. അപ്പൊ ഒരാൾ മുശ്രിക്, ഷിർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് ഒരാൾ അള്ളാഹുവിന്റെ റബ്ബ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നിരാകരിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ആയത്തുകളിലേക്ക് വരാം, നിങ്ങൾക്ക് തന്നിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആയത്തുകള് സൂറത്തു ആൽ ഇമ്രാൻ. സൂറത്തു ആൽ ഇമ്രാനിലെ ആയത്ത് കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടോ? അവരെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ച ഒരാൾ ഓതിയാല് നമുക്കൊന്ന് ഓതാം. അബ്ദുറഹ്മാൻ സാഹിബ് കയ്യിലില്ലേ? നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഞാൻ കണ്ടോളൂ. അത് അൺമ്യൂട്ട് ആക്കാൻ പറ്റൂല സ്വയം? ക്ലാസ് ഒക്കെ ആവുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിലേ നിങ്ങൾ ചിലപ്പോ ഉറങ്ങിപ്പോവും. കൈ പൊക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും ഇതുണ്ടോ? ഡാനി ഡോക്ടർ. അസ്സലാമു അലൈക്കും. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചേഞ്ചിങ് റൂമിലാണ്, അതുകൊണ്ടുള്ള ഒരു ചെറിയ അപ്പൊ കുഴപ്പമില്ല, വേറൊരാൾ ഓതിക്കോളൂ. വേറെ ആരെയും കൈ പൊക്കണ കാണില്ല. അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോ അടുത്ത ആഴ്ച മുതലേ ഇനി ഇവിടെ ഇരിക്കുന്നവരോട് വേറൊരു കാര്യം പറയട്ടെ, നമ്മളിത് ക്ലാസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് ആ ക്ലാസ് ആണെന്നുള്ളൊരു ബോധം ഉണ്ടാവണേ. ഉമർ സാഹിബ് ഇതാക്കിയിട്ടുണ്ട്. ഉമർ പയ്യനാടാ? എങ്കിൽ ഉമർ സാഹിബിനൊന്ന് ഇതാക്കി കൊടുക്കും. ഒന്നുകൂടെ അൺമ്യൂട്ട് ആക്കാം ഉമർ സാഹിബ്. ഉമർ സാഹിബ് പറയും. ഓതിക്കോളൂ. സൂറത്ത് ആൽ ഇമ്രാന്റെ 64-ാമത്തെ ആയത്ത്, അതാണ് നമ്മുടെ കയ്യിലുള്ള 1-ാമത്തെ ആയത്ത്. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന്റെ അർത്ഥം അത്യാവശ്യം ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റ് അതിന്റെ ഇടയിൽ പോയി നിസ്കരിച്ചൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി വരാം. പക്ഷെ അതേസമയം റെക്കോർഡിംഗ് ഉണ്ട് ആയാൽ അതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, ആളുകൾ റെക്കോർഡിംഗ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേൾക്കൂല, പിന്നെ കേൾക്കാന്ന് കരുതും. അതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. അതിങ്ങനെ വീണ്ടും അടുത്തൊരു ടാസ്ക് ഒക്കെ വരുമ്പോൾ പോകും. എപ്പോഴും ഒരു നിശ്ചിത ഒരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ ഒരു സമയം നിങ്ങൾ യാത്രയിലാണെങ്കിലും മറ്റാണെങ്കിലും അനിവാര്യമായ കാരണങ്ങളാൽ മാറി പോയാൽ മാത്രം റെക്കോർഡ് ഉപയോഗപ്പെടുത്തുന്ന രീതി, പിന്നെ പഠനത്തിന്റെ റിവിഷന് വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം നോക്കി നിങ്ങള്. ഹബീബ് സാഹിബ് ആ ആയത്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കിയേ. ഇപ്പൊ സൂറത്തു ആൽ ഇമ്രാനിലെ ആയത്ത്, കുൽ യാ അഹ്ലൽ കിതാബ്, കുൽ പ്രവാചകരെ അവരോട് പറയുക, യാ അഹ്ലൽ കിതാബ് അല്ലയോ വേദക്കാരെ, ക്രൈസ്തവരും ജൂതന്മാരുമാണ്. അവരോട് പറയാണ്, തആലൗ നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ, നമ്മൾ രണ്ടുപേർക്കും സമമായ ഒരു
ഒരു വാക്യത്തിലേക്ക് വരും. അതായത് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരും. അല്ലാ നഅ്ബുദ ഇല്ലല്ലാ, അതായത് അല്ലാ നഅ്ബുദ ഇല്ലല്ലാ, നമ്മൾ അള്ളാഹു അല്ലാതെ വേറെ ആരെയും ഇബാദത്ത് ചെയ്യില്ല. ഞാനിവിടെ ആരാധന എന്നുള്ള അർത്ഥം ഇവിടെ കൊടുത്തേക്കുന്നത്, ഇബാദത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇബാദത്തിന്റെ വിശദമായ അർത്ഥം പഠിക്കും. ഇപ്പൊ തുടക്കം എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോ ആരാധന എന്ന് നമ്മൾ ഇബാദത്തിന് പറയാറുണ്ടല്ലോ, അങ്ങനെ കരുതിക്കോളി. ഇപ്പൊ റബ്ബ് പഠിക്കുന്ന പോലെ ഇനി ഇബാദത്ത് നമ്മൾ പഠിക്കും. ഖുർആനിൽ എന്തൊക്കെ അർത്ഥത്തിലാണ് ഇബാദത്ത് പറഞ്ഞത്. അല്ലാ നഅ്ബുദ ഇല്ലല്ലാ, നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരും ഇബാദത്ത് ചെയ്യൂല. വലാ നുശ്രിക ബിഹി ഷൈആ, നമ്മൾ അവനിൽ ആരെയും ഒന്നിനെയും എന്തിനെയും ഏതിനെയും പങ്കു ചേർക്കില്ല. ഇതാണ് നമുക്കുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. അതായത് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ക്രൈസ്തവരോടും ജൂതന്മാരോടും നബിയെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കണം, വരി നമുക്ക് ഒരുമിച്ചിരിക്കാം. ബാക്കിയുള്ളതിലൊക്കെ ഇപ്പൊ ആദം ദൈവത്തിന്റെ പ്രവാചകനാണെന്നും ഈ ലോകത്ത് വന്ന പ്രവാചകന്മാരെ കുറിച്ചും നമ്മുടെയൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിസ്റ്ററി ഒക്കെ ഏകദേശം ഒരേപോലത്തെ ഹിസ്റ്ററിയാണ്, അതിലെ പലതും. പക്ഷെ നമ്മൾക്ക് ഒരുമിച്ച് അംഗീകരിക്കാവുന്ന ഒരു സാധനത്തിലേക്ക് വരി. എന്നിട്ട് ആദ്യം വിളിക്കുന്നത് ഇതാണ്, അള്ളാഹു അല്ലാതെ വേറൊരു ഇബാദത്തിന് അർഹമായി വേറെ ആരുമില്ല. നമ്മൾ അവനിൽ ആരെയും പങ്കു ചേർക്കില്ല. നേരത്തെ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ ആർക്കും കൊടുക്കില്ല. ഇനി നോക്കി നിങ്ങൾ, വലാ യത്തഖിദ ബഅദുനാ ബഅലൻ അർബാബ, ഇത് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഈ ആയത്ത് നമ്മൾ എടുത്തത്. വലാ യത്തഖിദ ബഅദുനാ ബഅലൻ, നമ്മളിൽ ചിലർ മറ്റു ചിലരെ സ്വീകരിക്കില്ല എന്നും. എന്തായിട്ട്? അർബാബൻ മിൻ ദൂനില്ലാ, അള്ളാഹുവെ കൂടാതെ റബ്ബുകളായി. കണ്ടാ, അതുകൊണ്ടാണ് ഈ ആയത്ത് വളരെ കോമൺ ആയ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ്. സാധാരണ ഖുർആനൊക്കെ ആയിട്ട് ഒരു പ്രാഥമിക ബന്ധമുള്ള ആളുകൾ കേട്ടിരിക്കേണ്ട ആയത്തുമാണ്. അതുകൊണ്ട് ബോധപൂർവ്വം നമ്മൾ സെലക്ട് ചെയ്താണ്. നമുക്ക് നൂറുകണക്കിന് ആയത്തുകൾ സെലക്ട് ചെയ്യാം, പക്ഷെ ആ കൂട്ടത്തിൽ ഇനി റബ്ബുമായി ബന്ധപ്പെടുത്തി വരുന്ന ഏതായത്ത് കിട്ടിയാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സുഖമാണത്. ഇപ്പൊ അർബാബം ബിന്ദൂനിൽ, അള്ളാഹുവിനെ കൂടാതെ വേറൊരു റബ്ബിനെ നമ്മൾ സ്വീകരിക്കില്ല. ഫഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞു പോയാലോ, ഫഖൂലു, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അഷ്ഹദു ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അനുസരണയുള്ളവരാണെന്നുള്ളതിന് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ. അപ്പൊ നിങ്ങൾ അള്ളാഹുവെ റബ്ബായി അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അള്ളാഹുവെ യഥാർത്ഥ ഇബാദത്ത് ചെയ്യുന്നില്ല, നിങ്ങൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുകയാണ്, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുകയാണ്. ഒപ്പം തന്നെ ബഅ്ലുനാ ബഅ്ലൻ അർബാബ, അല്ല ആ ഭാഗം ഉണ്ടല്ലോ അർബാബ് എന്നൊക്കെയുള്ള ഭാഗത്തിന് നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് എടുത്തവല്ല, ഇതൊക്കെ ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചാൽ അതിന്റെ അടിയിലൊക്കെ ഒരു വരയൊക്കെ കൊടുത്താല് നിങ്ങൾക്ക് നന്നായിരിക്കും. ഓക്കെ, എല്ലാവരും പ്രിന്റ് എടുക്കണമെന്നൊന്നുമില്ല, ചിലവർക്ക് കമ്പ്യൂട്ടറിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അടുത്ത ഇതിന്റെ വിശദീകരണം എടുത്ത നമ്മുടെ ഹബീബ് സാഹിബെ. ഇപ്പൊ തഫ്സീർ ഇബ്നു കസീറില് നമ്മൾ 3 തഫ്സീർ കേന്ദ്രീകരിച്ചിട്ടാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രക്സ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതില് തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയും, ഈ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റോമാ ചക്രവർത്തിയായ ഹിറാക്ലിയസിന് അയച്ച കത്തിൽ ഉൾപ്പെടുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് റസൂല് പല ചക്രവർത്തിമാർക്കും കത്തയക്കുമായിരുന്നു. ആ കത്തയക്കുന്ന കത്തിൽ ഇതുണ്ടായിരുന്നു, കുല്യാഹലൽ കിതാബി, അതായത് പുറമെയുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അതായത് നമുക്ക് ഒരുമിച്ചിരിക്കാം. കാരണം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശയം എന്നുള്ളത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും ശിർക്ക് ചെയ്യില്ലെന്നും നമുക്കിടയിൽ വേറെ റബ്ബുകൾ ഉണ്ടാവില്ലെന്നുമാണ്. ഇവിടെ അള്ളാഹുവിനെ പുറമെ മറ്റുള്ളവരെ റബ്ബുകളാക്കുക, അർബാബൻ മിൻ ദൂനില്ല എന്ന് പറഞ്ഞത് പണ്ഡിതന്മാരും പുരോഹിതന്മാരും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഹലാലാക്കിയതിനെ ഹലാലായും ഹറാമാക്കിയതിനെ ഹറാമായും ജനങ്ങൾ അന്ധമായി അനുസരിച്ചതിനെയാണ്. അതായത് അള്ളാഹു പറഞ്ഞതല്ല, പുരോഹിതന്മാർ പറഞ്ഞത്, പുരോഹിതന്മാർ ഹലാല് പറഞ്ഞാൽ അത് ഹലാല്, പുരോഹിതന്മാർ ചിലത് ഹറാമാക്കിയാൽ അത് ഹറാം. അപ്പൊ അള്ളാഹ് അവരെ കുറിച്ച് അവരെ നിങ്ങൾ റബ്ബാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിധിക്കാൻ, ഹലാലും ഹറാമും വിധിക്കാൻ അതിന്റെ അധികാരം ആർക്കേ ഉള്ളൂ? അള്ളാഹുവിനേ ഉള്ളൂ. അപ്പോ ഈ ലോകത്തെ ഏത് ഭരണകൂടോ ഏതാളുകളോ ഇത് പാടില്ല എന്ന് പറഞ്ഞാലൊന്നും, അള്ളാഹ് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മ ശിർക്ക് ചെയ്യണില്ല.
തൗഹീദിന്റെ വക്താക്കളാണെങ്കിൽ ഇവരാണ് അതിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുമ്പോൾ നമുക്കത് കോൺഫിഡൻസ് ആണ്, നമ്മൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അപ്പോ ഇത് അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. ഈ തഫ്സീർ ഇബ്നു കസീറിൽ അങ്ങനെയാണ് അദ്ദേഹം ഈ അർബാബം മിന്ദൂനില്ല എന്നുള്ള വാക്കിൽ കേന്ദ്രീകരിക്കുന്നത്. റബ്ബ് എന്നുള്ള പദം വരുന്നത് ഈ ആയത്തിൽ ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിന് ഒരുപാട് തഫ്സീർ ഇബ്നു കസീറിൽ തന്നെയുണ്ട്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട അർത്ഥം ഇതിൽ പറഞ്ഞു തന്നു. ഇനി തഫ്സീറുൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി വളരെ പ്രാമാണികനായ ഒരു മുഫസ്സിറാണ്. നമ്മുടെ പൗരാണിക കാലത്തെ വളരെ പ്രധാനപ്പെട്ട തഫ്സീറിൽപ്പെട്ട ഒരു തഫ്സീറാണ് തഫ്സീർ ഖുർത്തുബി. ഇപ്പോ അർബാബ് എന്ന പദത്തിന്റെ അർത്ഥത്തെ അടിസ്ഥാനമാക്കി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉദ്ധരണി ഖുർത്തുബി വിശദീകരിക്കുന്നു. ഇങ്ങനെയാണ്: ജനങ്ങൾ തങ്ങളുടെ നേതാക്കൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി അവരുടെ നിയമനിർമ്മാണങ്ങളെ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ അവർ അവരുടെ റബ്ബുകളാക്കി മാറ്റുകയാണ്. നോക്കിയേ എന്തൊരു രസമാണ്. ജനങ്ങൾ തങ്ങളുടെ നേതാക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ പോലും, നമ്മൾ വിചാരിക്കും ഒരാൾക്ക് മുമ്പിൽ സുജൂദ് എന്താണ്, അയാളെ റബ്ബാക്കണം. അല്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തെ നാട്ടുകാർ പറയും അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അള്ളാഹ് അങ്ങനെ പലതും പറയും, അള്ളാഹ്ക്ക് അങ്ങനെ പറയാലോ. പക്ഷെ നമുക്കിവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ, അതിനൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞ് അവരെ കേൾക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ റബ്ബാക്കിയെന്നാണ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള, പക്ഷെ ഇതൊരു അള്ളാഹു റബ്ബാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി അനുസരിക്കുമ്പോൾ അയാളെ റബ്ബാക്കി മാറ്റുകയാണെന്നാണ്. അപ്പൊ അവിടെ ശിർക്ക് സംഭവിക്കുന്നുണ്ട്. ഇനി തഫ്ഹീമുൽ ഖുർആനിൽ മൗദൂദി സാഹിബ് പറയാണ്, യഥാർത്ഥ റുബൂബിയത്ത് അള്ളാഹുവിന് മാത്രമാണെന്നാണ് ഈ ആയത്ത് പറയുന്നത്. സൂറത്ത് ആൽ ഇംറാനിലെ ഈ ആയത്ത്. മനുഷ്യരിൽ ആർക്കും മറ്റുള്ളവരുടെ മേൽ പരമാധികാരമില്ല. ആർക്കും സ്വമേധയാ നിയമങ്ങൾ നിർമ്മിക്കാനോ വിവേചനമില്ലാത്ത അനുസരണം ആവശ്യപ്പെടാനോ അവകാശമില്ല. എന്നെ അനുസരിക്കൂ എല്ലാ കാര്യത്തിലും എന്ന് ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഏതെങ്കിലും പെർഫെക്റ്റ് മനുഷ്യൻ ഈ ലോകത്തുണ്ടോ? എന്നെ നിങ്ങൾ അനുസരിക്കും. അങ്ങനെ മനുഷ്യനില്ല, അങ്ങനെ ഒരാളില്ല. എന്നെ അനുസരിക്കും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കും, കാരണം റബ്ബ് അവനാണ്. മനുഷ്യൻ അടിമപ്പെടുന്ന അവസ്ഥ ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അള്ളാഹിനെ റബ്ബാക്കുമ്പോൾ എല്ലാവരും വളരെ ഓപ്പൺ ആയിരിക്കും, എല്ലാവർക്കും ഫ്രീഡം ആയിരിക്കും, എല്ലാവർക്കും വളരെ സുഖമായിരിക്കും. കാരണം തൊട്ടു മുമ്പിലുള്ള മനുഷ്യരൊക്കെ നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന ഒരു ഫീൽ ഉണ്ടാവും. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ അള്ളാഹിനെ നിങ്ങൾ കേമനാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് അള്ളാഹിനെ റബ്ബാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ സ്വസ്ഥത കിട്ടുക. ഇനി അടുത്തേക്ക് പോയിക്കോളൂ, അടുത്ത ആയത്തിലേക്ക് പോകും. ഇനി അടുത്ത ആയത്ത്, ഈ ആയത്ത് ഇൻഷാ അള്ളാഹ് നമ്മളെ അടുത്ത ആഴ്ച മുതൽ ഇങ്ങനെ ഓരോരുത്തരോടും ഓതാനൊക്കെ പറയും. അപ്പൊ നിങ്ങളൊന്ന് സാധ്യമാകുന്നവർ ഓതണേ ഇൻഷാ അള്ളാഹ്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് അങ്ങനെ ഓദിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരാത്തതുകൊണ്ട്. അപ്പൊ ഈ ആയത്തുകൾ, നമ്മൾ തരുന്ന ആയത്തുകൾ നിങ്ങളൊന്ന് ഓതണം, ഓതി വരണം. അല്ലാതെ നിങ്ങൾ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല. റബ്ബൻ അങ്ങനെ 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 പറയാമല്ലോ. അപ്പൊ അത് നേരത്തെ ഇപ്പൊ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, ഖുൽ, പ്രവാചകരെ പറയുക, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായിരിക്കെ അവനല്ലാത്തവരെയാണോ ഞാൻ രക്ഷിതാവായി അന്വേഷിക്കേണ്ടത്? സൂറത്തുൽ അൻആം കേട്ടോ. സൂറത്ത് അൻആമിന് മറ്റൊരു പേരുണ്ട്, സൂറത്തു തൗഹീദ് എന്ന് ഒരു പേരുണ്ട്. അപ്പൊ തൗഹീദിന്റെ വേറൊരു വലിയ, ഇഖ്ലാസിനും അങ്ങനെ ഒരു പേരുണ്ട്. വലിയ തൗഹീദിന്റെ പ്രമേയങ്ങളുള്ള ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ അൻആം. അപ്പൊ വഹു റബ്ബു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും റബ്ബ് അവനാണ്. അപ്പോ റബ്ബ് എന്നുള്ള വാക്ക് അവിടെ ആവർത്തിക്കുന്നുണ്ടോ? കണ്ടോ? വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ തുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും ഫയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. ഏതൊരു വ്യക്തിയും ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം അവന് മാത്രമായിരിക്കും. ഭാരം ചുമക്കുന്ന യാതൊരുവനും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല. അതായത് ഒരാളുടെ ഭാരം മറ്റൊരാൾ ചുമക്കാനുണ്ടാവില്ല. പിന്നീട് നിങ്ങളുടെ മടക്കം നിങ്ങളുടെ രക്ഷിതാവിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അവിടെ റബ്ബ് എന്നുള്ള വാക്ക് വീണ്ടും വന്നു, സുമ്മ ഇലാ റബ്ബിക്കും. അപ്പൊ ചിലപ്പോ നിങ്ങൾ ഖുർആൻ പഠിച്ചപ്പോ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവൂല. ഏതൊരു വിഷയം പറയുമ്പോ ആ വാക്കൻ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും വരും. നോക്കിയേ, കണ്ടാ, കുൽ അഗൈറ അല്ലാഹി അബ്ഗി റബ്ബൻ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ഞാൻ റബ്ബായി കരുതുകയോ, വഹുവ റബ്ബു കുല്ലി ഷൈഇൻ, അവൻ എല്ലാറ്റിന്റെയും റബ്ബായിരിക്കെ ഞാൻ അങ്ങനെ വേറൊരാളെ റബ്ബാക്കുകയോ? നബീനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം പറയാണ്, സുമ്മ ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്കാണ് മർജിഉക്കും, നിങ്ങൾ മടങ്ങുന്നത്. കാരണം
അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്. നേരത്തെ റബ്ബിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ആയത്തിന്റെ വിശദീകരണം എന്താണ്? സൂറത്തുൽ അൻആമിലെ 164 ഈ ആയത്തിന്റെ വിശദീകരണം അടുത്ത സ്ലൈഡിൽ കാണാം. തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയാം, അള്ളാഹു അല്ലാത്ത ഒരു റബ്ബിനെ ഞാൻ അന്വേഷിക്കുകയോ എന്ന ചോദ്യത്തിലൂടെ പ്രപഞ്ചനാഥന്റെ റുബൂബിയത്തിനെ ഉറപ്പിച്ചു സ്ഥാപിക്കുകയാണ് ഇവിടെ. എല്ലാ വസ്തുക്കളുടെയും സട്ടാവും നിയന്താവും അവൻ മാത്രമാണ്. അതിനാൽ അവനിലേക്ക് മാത്രമേ ഭരമേൽപ്പിക്കാവൂ. വേറൊരാളുടെ ആവശ്യമില്ല ദുനിയാവിൽ, അള്ളാഹ് മാത്രം മതി. നമ്മളിപ്പോ ഹജ്ജൊക്കെ ചെയ്ത് വന്ന ആൾക്കാരുണ്ടാവും ഇതിൽ കൂടുതലും പേര്. അള്ളാഹ് മാത്രം മതിയല്ലോ. അലൈസ് അല്ലാഹു കാഫിൻ അബ്ദഹു എന്ന് ഖുറാനിൽ ഒരു ആയത്തുണ്ട്. അതായത് അള്ളാഹ് മാത്രം പോരെ മനുഷ്യന്, അള്ളാഹ് മാത്രം പോരെ അള്ളാന്റെ അടിമക്ക്. കാരണം ജനിച്ചപ്പോ അവനുള്ളൂ. ഈ ലോകത്തെ മനുഷ്യര് വേണോ? കാരണം മരണപ്പെട്ട് ഖബറിൽ അവനൊറ്റക്കാണ്. ശരിക്കും മനുഷ്യൻ അള്ളാഹ് മാത്രം മതി എന്നാണ്. ബാക്കി അള്ളാഹ് കൊടുത്ത ബന്ധങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നു, സ്ഥലങ്ങളിൽ ജീവിക്കുന്നു എന്നേക്കെ ഉള്ളൂ. അപ്പൊ ശരിക്കും അള്ളാഹുവിന്റെ ഒരു വലുപ്പം, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഖുറാന്റെ ഈ ആയത്തുകളിലൂടെ ഒക്കെ തന്നെ പോകണം നമ്മൾ. ശരിക്കും ഇതിന്റെ അർത്ഥങ്ങളിലൂടെ തന്നെ പോകണം. റബ്ബായ അള്ളാഹു അല്ലാത്ത വേറൊരാളെ ഞാൻ റബ്ബായി കരുതുകയോ, കാരണം റബ്ബായ അവനിലേക്കല്ലേ ഞാൻ മടങ്ങേണ്ടത്. എന്താണ് ബ്യൂട്ടിഫുൾ അല്ലെ. ഇനി തഫ്സീർ ഖുർത്തുബിയില് അദ്ദേഹം പറയുന്നത് ഈ വചനം റുബൂബിയത്തിനെയും വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. റുബൂബിയത്ത് നേരത്തെ പറഞ്ഞു, അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിക്കും, 5 കാര്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞില്ലേ. എന്താണ്? അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് റിസ്ക് തരുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് ആസൂത്രണം ചെയ്യുന്നത്. അള്ളാഹു ഏറ്റവും ചുരുങ്ങിയത് റബ്ബ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ അപ്പൊ നമുക്കൊരു വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹുവാണ് യഥാർത്ഥ റബ്ബ് എന്നതിനാൽ അവന്റെ വിധിന്യായങ്ങൾ പൂർണ്ണ നീതിയുള്ളതായിരിക്കും. അള്ളാണ് നമ്മുടെ റബ്ബ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റബ്ബ് നമ്മളോട് നീതി ചെയ്യുള്ളൂ, അനീതി ചെയ്യൂല. അപ്പൊ അള്ളാഹ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിസ്കരിക്കാൻ പറഞ്ഞു, അതല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, അതല്ലെങ്കിൽ ഈ ലോകത്ത് ഇന്നത് ചെയ്യരുതെന്നും ഇന്നത് കാണരുതെന്നും ഇന്നത് വേണമെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ് നമ്മുടെ റബ്ബാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കുള്ള ഏറ്റവും പെർഫെക്റ്റ് ഡിസിഷൻ ആയിരിക്കും അത്. ഒരു ടെസ്റ്റ് മാത്രമല്ല, പെർഫെക്റ്റ് ഡിസിഷൻ. ഒരാളുടെ പാപം മറ്റൊരാൾ ചുമക്കുകയില്ല എന്ന നിയമം അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെയും നീതിയുടെയും ഭാഗമാണ്. ഇപ്പൊ വേറൊരാളുടെ ഇങ്ങനെ അള്ളാണ് റബ്ബ് ഈ ചില വിശ്വാസങ്ങളുടെ ഭാഗം ഈ പുനർജന്മ സങ്കല്പം മറ്റൊരാൾ ചെയ്തുകൊണ്ടാണ് ഇയാൾ അനുഭവിക്കേണ്ടി വന്നത്, അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഇപ്പോ അള്ളാഹ് റബ്ബാണ് എന്നുള്ളതിന്റെ വേറൊരു നീതിയാണ്, ഒരാൾ ചെയ്തതിന്റെ ഭാരം മറ്റാൾക്കും കൂടി പങ്കുണ്ടെങ്കിൽ അയാൾ വഹിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം വേറൊരു നിരപരാധിയായ ഒരാൾ വഹിക്കേണ്ടി വരും. ഈ ലോകത്തെ കോടതികള്, ഈ ലോകത്തെ റബ്ബുകളുടെ കോടതിയൊക്കെ നിങ്ങൾ നോക്കിയേ, ഇത് വേറൊരു നിരപരാധികളാണല്ലോ ജയിലുകളിലുള്ളത്, നിരപരാധികളാണല്ലോ ലോകത്ത് ബുദ്ധിമുട്ടുന്നത് അല്ലെ. അതായത് ഈ ലോകത്തെ ഈ തെറ്റായ റബ്ബുകൾ ഭരിക്കുന്നതാണ്. പടച്ചവൻ ഏതെങ്കിലും അപരാധിയല്ലാതെ ശിക്ഷിച്ചിട്ടുണ്ടോ? നിരപരാധിയെ അള്ളാഹു ശിക്ഷിക്കല്ല, നിരപരാധിയെ അള്ളാഹു ശിക്ഷിക്കില്ല. കാരണം പരലോകത്താണ്, ഈ ലോകത്ത് ടെസ്റ്റാണ്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശിക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനി തഫീമുൽ ഖുർആനിൽ മൗദൂദി സാഹിബ് പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ റബ്ബ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ ലൗകിക ശക്തികളുടെ, ലൗകിക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ശക്തികളുടെ എന്നുണ്ടോ അർത്ഥം, ലൗകിക ശക്തികളുടെ ഭയത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനാകുന്നു. ശരിക്കും ഈ ലോകത്തെ ഈ മുഷ്കുള്ള ഭരണാധികാരികൾ, അനീതി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് മനുഷ്യര് പേടിച്ചിട്ടാ ജീവിക്കുക. അവരെ നമ്മൾ എന്താക്കും? ഇവരൊന്നും പേടിയില്ലാതാവുക ശരിക്കും അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. കാരണം ഇവരൊന്നുമല്ലല്ലോ എന്റെ റബ്ബ് അള്ളയല്ലേ. ഈ പണ്ഡിതന്മാരും ഈ പ്രവാചകന്മാരൊക്കെ പറയുന്ന വലിയ വലിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഹെവി വെയിറ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ, അവർ അള്ളാഹുവിനെ മുൻനിർത്തി പറയും. അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കാൻ അവരുടെ മനസ്സിന് പറ്റുന്നുണ്ടാണ്. തന്റെ കർമ്മങ്ങൾക്ക് താൻ മാത്രമാണ് അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ടത് എന്ന ബോധം അവനിൽ ഉണ്ടാകുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് പോയിക്കോളി ഹബീബ് സാഹിബ്. നിങ്ങൾ ഇവർക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതില്? ഹബീബ് സാഹിബ് ഷെയർ ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇനി സൂറത്തുൽ അഅറാഫില് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമയുടെ നമ്മളെ ഈ ലോകത്ത് ജനിപ്പിക്കുന്നതിന് മുമ്പ് ശരിക്കും നമ്മളോടൊക്കെ വേറൊരു സംഭാഷണവും വേറൊരു നമുക്കുള്ളിലൊക്കെ തന്നെ ദൈവികമായൊരു ബോധമുണ്ട് എന്നാണ് ശരിക്കും.
കാരണം പടച്ചവൻ നമ്മളോട് എന്തോ ഒരു ആത്മസംഭാഷണം നടത്തിയിട്ടുണ്ടെന്നാണ്. കാരണം നമ്മളുടെ നന്മയും നമ്മളുടെ തിന്മയും, തിന്മ ചെയ്താൽ പോലും നമ്മളിൽ ഒരു എന്തോ ഒരു സാധനം കൂടെ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അള്ളാഹുവിനെ റബ്ബായിട്ട് നമ്മളുടെ മനസ്സാക്ഷി എവിടെയോ അംഗീകരിച്ചിട്ടുണ്ട്, നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് പറയാം, ആലമുൽ അർവാഹിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹുകളുടെ ലോകത്ത് വെച്ച് നമ്മളൊക്കെ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് അള്ളാഹു ഇങ്ങനെ ബാച്ച് ആക്കിയിട്ട് മനുഷ്യന്മാരെ ഈ ലോകത്തേക്ക് വിടുള്ളൂ. ഇതിനു മുമ്പേ തന്നെ, ഈ ലോകത്ത് വരുന്നതിന് മുമ്പേ തന്നെ ഈ ലോകത്തിന് പിറക്കാനിരിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള ധാരണ അള്ളാന്റെ അടുത്തുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അല്ലാവൂലല്ലോ. ആരൊക്കെയാണ് നാളെ പിറക്കാന്ന് പറഞ്ഞു തന്നിട്ട് അള്ളാഹ്ക്ക് കാണാം? അങ്ങനെ പറ്റൂലല്ലോ. 2026 എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്താണ് BC 3000 എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാവൂല. അപ്പോ വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ പ്രകൃതിയെ പുറത്തെടുക്കുകയും, അവരുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നേച്ചറിനെ പുറത്തെടുത്തു. അവരുടെ മേൽ അവരെ തന്നെ സാക്ഷി നിർത്തി അവരോട് ചോദിച്ചു. ഇത് കുറച്ചും കൂടി ഒരു സാഹിത്യ ഭാഷയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സാക്ഷി നിർത്തി, വേറെ ആരും കണ്ടിട്ടില്ല. നമ്മൾക്ക് സാക്ഷി നിർത്തിയിട്ട് അള്ളാഹ് നമ്മളോട് ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്നാണ്. ഇത് അള്ളാഹിനെ റബ്ബായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം ഉണ്ടോ? എന്താണ് ചോദിച്ചെന്നറിയോ? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലു ബല, അവര് പറഞ്ഞു തീർച്ചയായിട്ടും അതെ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഷഹീദിന, ഞങ്ങൾ അതിന് സാക്ഷ്യം, ഞങ്ങൾ നേരിട്ട് കണ്ടല്ലോ നീയാണ് റബ്ബെന്ന്. ഞങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവണേന്റെ കാരണം തന്നെ നീയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ റബ്ബിലേക്ക് അള്ളാഹ് പ്രവാചകന്മാരെ വിട്ടിട്ടും വേദഗ്രന്ഥങ്ങൾ അയച്ചിട്ടും വീണ്ടും പറയുന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മുടെക്കുള്ളിൽ റബ്ബിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്, ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാവരും റബ്ബേ എന്ന് പറയുമ്പോ ഭഗവാനെ, ഈശ്വര, കർത്താവേ എന്നൊക്കെ വിളിക്കൂലേ. ശരിക്കും പറഞ്ഞ റബ്ബ്, ഏതോ ഒരു മേലൊരു റബ്ബുണ്ട്. പക്ഷെ ആ റബ്ബ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ കൊടുക്കുകയാണ് ശരിക്കും ഇസ്ലാം ചെയ്യുന്നത്. മനുഷ്യരുടെ തെറ്റായ ധാരണക്ക് റബ്ബിനെ വിട്ടുകൊടുത്തിട്ടില്ല. ഏതോ ഒരു പടച്ചോനെ, ദൈവമേ, രക്ഷിക്കണേ, അയ്യോ എന്നൊക്കെ പറയില്ലേ. അയ്യൻ എന്ന് പറഞ്ഞ ദൈവമാണല്ലോ. എന്നിട്ട് പറയാം, നിങ്ങളെ എന്തിനാണ് നാളെ ഇനി കിയാമത്ത് നാളെ ചോദിക്കുക. നേരത്തെ കിയാമത്ത് ജനിക്കണതിന് മുമ്പ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഞാനല്ലേ റബ്ബ്, അല്ലെ അള്ളാഹു റബ്ബി എന്ന് പറയുന്ന നാളെ പറയേണ്ടി വരുന്നാണല്ലോ, അല്ലെ മൻ റബ്ബുഖ എന്ന് പറയുമ്പോ. എന്നിട്ട് പറയാം ബല ഷഹീദന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ തന്നെ നിങ്ങളോട് നേരത്തെ അള്ളാഹു ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ചെന്നറിയോ? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഈ കാര്യത്തെ തൊട്ട് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് നേരത്തെ തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. പടച്ചോനെ, നീയാണോ ഞങ്ങളുടെ റബ്ബ്? അതായത് നാളെ മനുഷ്യരെല്ലാവരെയും ചോദ്യം ചോദിക്കാനുള്ള ന്യായം മനുഷ്യരുടെ ഉള്ളിലൂടെ ഇങ്ങനെ പായുന്ന കുറെ ഇല്ലേ, നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവൂല. അള്ളാഹ്ക്ക് നമ്മളോട് ചോദ്യം ചോദിക്കാനുള്ള ചോദ്യങ്ങളും എത്രത്തോളം ചോദ്യം ചോദിക്കാന്നൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പൊ അതിന്റെ വിശദീകരണം നോക്കിയപ്പോ തഫ്സീർ ഇബ്നു കസീർ, ഇത് മീസാക്ക് എന്നറിയപ്പെടുന്നു, പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. അതായത് ഈ മനുഷ്യര് അടുത്തുനിന്ന് മുഴുവൻ അള്ളാഹു നടത്തിയ സംഗതിയാണ് മീസാഖ് എന്ന് പറയുന്നത്. ആദം നബിയുടെ മുതുകിൽ നിന്ന് അള്ളാഹു മുഴുവൻ മനുഷ്യകുലത്തിന്റെയും ആത്മാക്കളെ പുറത്തെടുക്കുകയും താനാണ് അവരുടെ റബ്ബ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ഹദീസുകൾ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ ലോകത്ത് അവസാനം വരെ പിറക്കാനിരിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള അറിവ് അള്ളാന്റെ അടുത്തുണ്ട്. നമ്മുടെ അടുത്തില്ല, അത് ശരിയാണ്, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അപ്പോ ഈ കാര്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ഹദീസുകൾ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ആ ഹദീസുകൾ മുഴുവൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇത് മീസാക്കാണ്, ഇതൊരു പ്രതിജ്ഞാ കരാറാണ്. തഫ്സീർ ഖുർത്തുബിയിൽ എങ്ങനെ കാണാം, ഈ സംവാദം ആത്മാക്കളുടെ ലോകത്ത് യഥാർത്ഥത്തിൽ നടന്നതാണോ അതോ മനുഷ്യന്റെ ജന്മവാസനയെ സൂചിപ്പിക്കുന്നതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയിൽ ഖുർത്തുബി വിശദീകരിക്കുന്നു. ഇത് രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായം ഈ ആയത്തിനെ കുറിച്ച് വേറൊരു രീതിയിലുണ്ട്. അതായത് ആലമുൽ അർവാഹിൽ ശരിക്കും നടന്നതാണോ അതല്ല
മനുഷ്യന്റെ തന്നെ മനസാക്ഷിയും മനുഷ്യന്റെ പ്രകൃതിയിലും അവനോട് തന്നെ അള്ളാഹു സംവദിച്ചതാണോ? എന്നിട്ട് പറയാണ്, ഖുർത്തുബി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്രഷ്ടാവുണ്ട് എന്ന ബോധം ഓരോ മനുഷ്യനിലും ജന്മന ഉള്ളതാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ചർച്ച എന്തോ ആകട്ടെ, എനിക്കൊരു സ്രഷ്ടാവുണ്ട് എന്നുള്ള ഒരു ബോധം മനുഷ്യരിൽ തന്നെ ജന്മന ഉണ്ട്. പക്ഷേ ഒന്നുകിൽ ആ റബ്ബിനെ നിരാകരിക്കുന്നു, അതല്ലെങ്കിൽ അതിന്റെ തെറ്റായ സങ്കല്പത്തിൽ മനുഷ്യർ പോകും. തഫീമുൽ ഖുർആൻ മൗദൂദ് സാഹിബ് കുറച്ചും കൂടി പറയുന്നത്, തൗഹീദ് എന്നത് മനുഷ്യനെ പുറത്തു നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നല്ല. ഈ ലോകത്തിന് രണ്ട് ദൈവം ഉണ്ടാവും എന്നുള്ളത് ശരിക്കും വേറെ ആരും അങ്ങനെ വന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മനുഷ്യന്റെ പ്രകൃതിയെ സമ്മതിക്കുന്ന ഒരു സാധനമാണ്. മറിച്ച് അത് മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ച സത്യമാണ്. ശിർക്കും യുക്തിവാദവും മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമായ വ്യതിയാനങ്ങൾ മാത്രമാണ്. രണ്ടാണത്. ഒന്ന്, അള്ളാഹുവിൽ കൂടുതൽ റബ്ബുണ്ട് എന്ന് പറയുന്നതാണ് ഷിർക്ക്. ഒരു റബ്ബുല്ല എന്ന് പറയുന്നതാണ് യുക്തിവാദം. അല്ലെ? സംഭവം മനസ്സിലായി? ഈ ലോകത്ത് രണ്ട് പ്രശ്നമുള്ളൂ. ഒന്ന് ഷിർക്ക്, അതായത് അള്ളാഹിനേക്കാൾ കൂടുതൽ അള്ള ഉണ്ടെന്ന് പറയാം, അള്ളമാരുണ്ടെന്ന് പറയാം. ഒരു ഭാഗത്ത് ഇതൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നവർ. ഇസ്ലാം പറയുന്നത് മനുഷ്യ പ്രകൃതി എന്ന് പറഞ്ഞ് ഇതിന്റെ നടുക്ക് വെക്കലാണ്. ഇതിന് ഒരെണ്ണം ഉണ്ട്. അടുത്ത ആയത്തിലേക്ക് പോരും. നമുക്ക് സമയം കുറച്ചുള്ളൂ. ഇന്ന് നമ്മൾ ആമുഖം കുറച്ച് പറഞ്ഞോണ്ടേ. സൂറത്ത് യൂസുഫിൽ പറയണം. സൂറത്ത് യൂസുഫില് നോക്കിക്കോട്ടോ, ഗംഭീരമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കൂടെ കിടക്കുന്ന ആളുകളായിട്ട് നടത്തുന്ന സംഭാഷണം വളരെ കുറച്ച ഖുർആൻ പറയുന്ന. ആ കൂട്ടത്തിൽ അള്ളാഹ് പറയാണ്, എന്റെ കൂടെയുള്ള രണ്ടുപേരെ, അല്ലെ, യൂസുഫ് നബിയുടെ കൂടെ ജയിലിൽ വേറെ രണ്ടുപേരുണ്ട്. യാ സ്വാഹിബ ഈ സിജിൻ, അല്ലയോ എന്റെ കൂടെയുള്ള എന്റെ പ്രിയ കൂട്ടുകാരെ, അർബാബുൻ മുതഫർരിഖൂൻ, വെവ്വേറെയുള്ള റബ്ബുകളാണോ, വെവ്വേറെയുള്ള പല രക്ഷിതാക്കളാണോ നല്ലത് നമുക്ക്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ ഒറ്റ അള്ളയാണോ വേണ്ടത്? കുറെ അള്ളയാണോ നിങ്ങൾക്ക് വേണ്ടത്? റബ്ബാണോ ഈ ലോകത്തെ കുറെ പേരെ പേടിച്ച്, കുറെ പേരെ പ്രണയിച്ച്, കുറെ പേർക്ക് നേർച്ച കൊടുത്ത്, കുറെ പേരെ ആരാധിച്ച്, കുറെ പേർക്ക് നിവേദ്യങ്ങൾ അർപ്പിച്ച്, കുറെ പേരെ അനുസരിച്ച്, അതോ ഇതെല്ലാം ഒരാൾക്ക് കൊടുത്താണോ ജീവിക്കേണ്ടത്? അപ്പൊ തൗഹീദ്, നമ്മൾ റുബൂബിയത്തുള്ള എന്നാണ് ഈ സെഷന്റെ പേര് കൊടുത്തത്. അപ്പൊ അതിൽ അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം അതാണ്. പിന്നെ അടുത്തേക്ക് നിങ്ങൾ നോക്കിയേ, ഈ അടുത്ത തഫ്സീർ ഇബ്നു കസീറില് അദ്ദേഹം പറയുന്നത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ വെച്ച് നടത്തിയ ദഅവത്തിന്റെ മനോഹരമായ ശൈലിയാണിത്. അപ്പൊ നമ്മൾ ഏതൊക്കെ സൂറത്തിലൂടെ പോന്നു? അല്ലെ, സൂറത്ത് അഹ്റാഫിൽ പോന്നു, അന്നാമിൽ പോന്നു, ആലുംറാനിൽ പോന്നു, ഇപ്പൊ അതേ സൂറത്ത് യൂസുഫിലേക്ക് എത്തി. അപ്പൊ ഈ ചില ആളുകൾ ചോദിച്ചാൽ ഈ ആയത്തുകൾ മുഴുവൻ മനപ്പാടം പഠിക്കണമെന്ന്. മനപ്പാടം പഠിച്ചാൽ അത്ര നല്ലത് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റുബൂബിയത്ത് പറയുമ്പോൾ ഇതൊക്കെ എടുത്ത് ഉദ്ധരിക്കാൻ പറ്റിയാലുണ്ടല്ലോ, ഏതെങ്കിലും ആളുകളോടും നമ്മൾക്ക് മനുഷ്യരോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. ഖുർആൻ പഠിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നിയ്യത്ത് നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങളിത് പഠിക്കും. നമ്മളിങ്ങോട്ട് പഠിച്ച ഇവിടെ ഇങ്ങോട്ട് കയറ്റി വെക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ള പണി നമ്മളെ ഖുർആൻ ആണ് നമ്മളത് പഠിപ്പിച്ചത്. അതപ്പോ നമ്മൾ വേറെ ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ടീച്ചേഴ്സ് ആവുന്നല്ല അതിനർത്ഥം. ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുന്നല്ല. നമ്മുടെ സംസാരങ്ങൾക്കും മറ്റുമൊക്കെ ഒരു ബലം കിട്ടുക ഈ ലോകത്തെ ഏതെങ്കിലും ആളുകളുടെ എഴുത്തും ലേഖനവും പ്രസംഗവും ഒന്നുമല്ല, അള്ളാഹ് പറഞ്ഞതാണ്. അപ്പൊ അതിനാണ് നമുക്ക് ഖുർആൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോ യൂസുഫ് നബി പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: യുക്തിസഹമായ ചോദ്യത്തിലൂടെ യാതൊരു കുഴപ്പമില്ലാത്ത യാതൊരു കഴിവുമില്ലാത്ത പലവിധ വ്യാജ ദൈവങ്ങളെക്കാൾ ഉത്തമം സർവാധിപതിയായ ഏകിലാഹാണെന്ന് അദ്ദേഹം ജയിൽവാസികളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോ ഇതിങ്ങനെ അള്ളാഹുവിന് റബ്ബ യാ സ്വാഹിബൈ സിജൻ അർബാബുൽ മുതഫർരിഖൂന അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അർബാബ് കണ്ടോ, അർബാബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. നേരത്തെ ജൂതൻ മറ്റവരെ കുറിച്ച് അർബാബം മിന്ദൂനില്ല എന്ന് പറഞ്ഞില്ല. അർബാബുകൾ കുറെ ഉണ്ടാവുന്നു. ഭാഷാർത്ഥത്തിലുള്ള അർബാബല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അറബികൾ അർബാബ് എന്ന് പറയുന്നത് അതിനെ കുറിച്ചല്ല പറഞ്ഞു. യഥാർത്ഥ ആരാധിക്കപ്പെടുകയും അനുസരിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന റബ്ബ് ആരാണ്? ഖുർത്തുബിയിൽ അദ്ദേഹം പറയാം, അള്ളാഹുവിന്റെ അൽ വാഹിദ്, അൽ ഖഹാർ എന്നീ നാമങ്ങളുടെ പ്രാധാന്യം ഖുർത്തുബി വ്യക്തമാക്കുന്നു. റുബൂബിയത്ത് ഒന്നിൽ കൂടുതൽ ആളുകളിൽ വിഭജിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റബ്ബ് എന്നുള്ള ഗുണം വേറെ ആളുകൾക്ക് കൊടുക്കൽ സാധ്യമല്ല. കാരണം പ്രപഞ്ച നിയന്ത്രണത്തിൽ ഒന്നിൽ കൂടുതൽ നാഥന്മാരുണ്ടായാൽ അത് തകർച്ചയ്ക്ക് കാരണമാകും. സൂര്യൻ ഇന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നിൽക്കട്ടെ എന്ന്
ഒരാൾ തീരുമാനിച്ചു. അതിനെ സൂര്യനെ സൃഷ്ടിച്ച ആൾ വേറെയും, ചന്ദ്രനെ സൃഷ്ടിച്ച ആൾ വേറെയും, ഭൂമിയെ സൃഷ്ടിച്ച ആൾ വേറെയും. ഈ മതങ്ങളുടെ പ്രശ്നം അതാണല്ലോ. ഭൂമി ദേവൻ, അഗ്നിദേവൻ, മറ്റേ ദേവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഇതിനൊക്കെ സൃഷ്ടിച്ചത് ഒരാളല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അള്ളാഹ് റബ്ബാണെന്ന് പറയുമ്പോൾ അതും കൂടി അർത്ഥമുണ്ട്. ഇക്ബാലിന്റെ ഒരു കവിത ഉണ്ട്, അഗർ ദോ ഖുദാ ഹോത്ത് സൻസാർമേ തോ ദോനോ ബലാ ഹോത്ത് സൻസാർമേ. രണ്ട് ഖുദകൾ ഉണ്ടായാല് അവർ തമ്മിൽ മത്സരമായിരിക്കും. ചില ഈ പഴയ ഈ ദൈവശാസ്ത്ര സങ്കല്പങ്ങളിൽ കുറെ പേർക്ക് രണ്ട് ദൈവങ്ങളൊക്കെ ഉണ്ട്. നന്മയുടെ ദൈവം, തിന്മയുടെ ദൈവം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഒക്കെ പ്രശ്നമാണ്. തിന്മയും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാവലാണ് യഥാർത്ഥത്തിൽ വഴിയുള്ളൂ. തഫി ഖുർആനിൽ മൗദൂദ് സാഹിബ് പറയുന്നത്, ഒന്നിലധികം റബ്ബുകളെ സ്വീകരിക്കുന്നത് മനുഷ്യ ജീവിതത്തെയും ചിന്തകളെയും ഭിന്നിപ്പിക്കും. മനുഷ്യന്റെ ചിന്ത, തോന്നൽ, ഏകാഗ്രത, ഫോക്കസ് ഇതിനെ ഭിന്നിപ്പിക്കും. എന്താണല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെ ഖുർആൻ ഇത് പറയുന്നതിന്റെ ഞാൻ ഈ 3 പേരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒരുപാട് മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചിന്താപരമായി കുറെ നല്ല പോയിന്റുകൾ കിട്ടാൻ നമുക്ക് ഈ 3 പേരെ എടുക്കുമ്പോൾ ആദ്യകാല, മധ്യകാല, പിന്നെ ആധുനിക കാല, ഈ 3 സ്ഥലത്തു നിന്നുമുള്ള തഫ്സീർ എന്നുള്ള നിലക്കാണ് ഇത് 3 എടുത്തത് കേട്ടോ. അത് മനുഷ്യനെ പലവിധ അന്ധവിശ്വാസങ്ങൾക്കും ഭയങ്ങൾക്കും അടിമപ്പെടുത്തും. അള്ളാഹു അല്ലാതെ വേറെ റബ്ബുണ്ടെന്നെങ്കിൽ പലവിധ അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ അടിമപ്പെടുത്തും. എന്നാൽ ഏകനായ റബ്ബിലുള്ള വിശ്വാസം മനുഷ്യന് മാനസികമായ സ്വാതന്ത്ര്യവും ലക്ഷ്യബോധവും നൽകുന്നു. ലക്ഷ്യബോധം. ഞാൻ വേറെ കുറെ ആളുകൾ, നമുക്ക് ഒരു ഓണർ ഉണ്ടാവുന്നതല്ലേ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പറയാൻ ഒരാൾ, അതിലെ ലാസ്റ്റ് വാക്ക് പറയാനും കുറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സിഇഒ വേണ്ടി വരും അല്ലെ. അതായത് ഒരാൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വിഷനർ എന്നുള്ള അർത്ഥം. ഇനി അടുത്തതിലെ പോട്ടെ. സൂറത്തുർ റഅദില് ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർദ്, പ്രവാചകരോട് ചോദിക്കുക, ആരാണ് ആകാശഭൂമികളുടെ റബ്ബ്? ഖുലില്ലാ, അവരോട് പറയുക അല്ലാഹു. ഖുൽ അഫത്തഖത്തും മിൻ ദൂനിഹി ഔലിയാ ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദർറാ. എന്നിട്ടും തങ്ങൾക്ക് തന്നെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ചില റബ്ബുകളെയാണോ അവര് സ്വീകരിച്ചെടുത്തിരിക്കുന്നത്? തങ്ങളുടെ രക്ഷാധികാരികളായിട്ട് അവര്, അതായത് അവരുടെ സ്വയം നിലക്കൊരു ഉപകാരമോ സ്വയം നിലക്കൊരു ഉപദ്രവമോ നിങ്ങൾക്ക് തരാൻ പറ്റാത്തവരെ നിങ്ങൾ റബ്ബാക്കി സ്വീകരിച്ചിരിക്കുന്നത്, വലിയകളാക്കി സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, അന്ധനും കണ്ണുള്ളവനും ഒരുപോലെയാകുമോ? അന്ധനും കണ്ണുള്ളവനും ഒരുപോലെയാകുമോ? അം ഹൽ യസ്തവി ളുലുമാതു വന്നൂർ, ഇരുളുകളും പ്രകാശവും ഒരുപോലെയാകുമോ? അം ജഅലു ലില്ലാഹി ശുറകാ, അതോ അവർ അള്ളാഹുവിന് പങ്കാളികളാക്കി വെച്ചവർ, അവൻ സൃഷ്ടിച്ചതുപോലെ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയിട്ട് ആ സൃഷ്ടിപ്പ് അവർക്ക് പരസ്പരം മാറിപ്പോയതാണ്. അതായത് അള്ളാഹ് വേറെ കുറെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇവരും വേറെ കുറെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് വേറെ സൃഷ്ടിച്ചതും ഇവര് സൃഷ്ടിച്ചതും കണ്ടിട്ട് ഇവർക്ക് ആ കൂടി തെറ്റിപ്പോയതാണ്. അങ്ങനെ ഈ ലോകത്തുണ്ടോ? അള്ളാഹിന്റെ സൃഷ്ടിപ്പല്ലാത്ത വേറെ എന്തെങ്കിലും സൃഷ്ടിപ്പുണ്ടോ? ഫതശാബഹൽ ഖൽഖു അലൈഹിം, അങ്ങനെ ഈ ലോകത്തുള്ള ഇയാളുടെ ആണെന്ന് കരുതിയിട്ട് അയാളുടെ അടുത്തു എന്നൊക്കെ പറയില്ലേ, നമ്മൾ മാറിപ്പോയിട്ടോ എന്നൊക്കെ പറയില്ലേ മനുഷ്യര്. ഞാൻ എന്റെ കാറ് ബ്ലൂ ആണ്, സെയിം കമ്പനിയാണ്, അതുകൊണ്ട് മാറിപ്പോയതാണ് കേട്ടോ എന്ന് നമ്മൾ ചിലപ്പോ ഈ ലോകത്തുള്ള ചില വസ്തുക്കളെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ ഈ ഭൂമിയിൽ അള്ളാഹുവിന് പകരം റബ്ബാക്കി വെച്ച ആളുകളെ കുറിച്ച്, അള്ളാഹിനെ പോലെ ഇവരും ആയതുകൊണ്ട്, അള്ളാഹിനെ പോലെ ഇവരും ചിലത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മാറിപ്പോയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, പറയുക എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. വഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ ഏകനാണ്, സർവാധിപതിയാണ്. അപ്പോ വാഹിദുൽ ഖഹാർ ഇങ്ങനെ കൂടെ വരുന്നുണ്ട് റബ്ബിന്റെ ഒപ്പം. ഏകനാണ്, സർവാധിപതിയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ പറയുന്നത് നോക്കി നിങ്ങൾ. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഇത് നിർത്തുക. ഇന്ന് തുടങ്ങാൻ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നു. ഇൻഷാ അല്ലാഹ് മുഴുവൻ ആയത്തുകളിലേക്കും എത്തിയില്ലെങ്കിലും ഇബ്നു കസീർ പറയുന്നത് ഇങ്ങനെ, സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കിനെ ഖണ്ഡിക്കുന്ന വചനമാണിത്. അള്ളാഹുവിന്റെ പങ്കാളികളായി മുശ്രിക്കുകൾ കരുതുന്നവർ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ പിന്നെ ആരാധനയിൽ അവരെ പങ്കു ചേർക്കുന്നത് വലിയ എങ്കിൽ, അതായത് ഒന്നും സൃഷ്ടിക്കാത്തവരെ നിങ്ങൾ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? ആരാധനയുമായി ബന്ധപ്പെടുത്തിയ കാര്യം തഫ്സീർ ഇബ്നു ഖുർത്തുബിൽ പറയാണ്. ഇതിലെ ഉപമകളെ ഖുർത്തുബി ഇങ്ങനെ വിശദീകരിക്കുന്നു: തൗഹീദ് എന്നത് വെളിച്ചവും കാഴ്ചയുമാണ്. അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നത് ഈ ഭൂമി ലോകത്തെ വെളിച്ചവും കാഴ്ചയുമാണ്. ശിർക്ക് എന്നത് ഇരുട്ടും അന്ധതയുമാണ്.
അള്ളാഹു വെളിച്ചം തന്നിട്ടും അത് കണ്ണടച്ച് വെക്കുന്നതിന് സമമാണ് ഷിർക്ക്. സ്വന്തം കാര്യത്തിൽ പോലും ലാഭനഷ്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തവരെ റബ്ബുകളായി സ്വീകരിക്കുന്നതിന്റെ നിരർത്ഥകത, അർത്ഥമില്ലായ്മ ഇത് വ്യക്തമാകും. മൗദൂ സാഹിബ് പറയുന്നത് ഇങ്ങനെയാണ്: മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചിരുന്നു. സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചിരുന്നു അല്ലെ? ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാല് അള്ളയാണെന്ന് പറയുമായിരുന്നു അല്ലെ? ഖുർആനിൽ പല സ്ഥലങ്ങളുണ്ട്. കുൽമൻ ഖൽഖ സമാവാതി വൽ അർദ്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ച്. വേറെ കുറെ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട് കേട്ടോ. ഇനി നിങ്ങളത് വായിക്കുമ്പോൾ ഈ റബ്ബ് അതിലേക്ക് ചേർത്ത് വെച്ച് വായിക്കണം. എന്നാൽ അതിന്റെ സ്വാഭാവിക ഫലമായ ഉലൂഹിയത്ത് അവർ അള്ളാഹുവിന് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇലാഹാണ്. അള്ളാഹ് റബ്ബാണ് എന്നുള്ളത് കൊണ്ട് ഉലൂഹിയത്ത് അള്ളാഹുവിന് മാത്രമേ ആരാധ്യനുമാകാൻ പാടുള്ളൂ. അള്ളാഹു റബ്ബാണ് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇലാഹ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം റുബൂബിയത്ത് പറയുന്നത്. ഉലൂഹിയത്തിന് മുമ്പ് റുബൂബിയത്ത് പറയാനുള്ള കാരണം അതാ. അള്ളാഹു റബ്ബാവുന്നത് കൊണ്ടാണ് അള്ളാഹു ഇലാഹാകും. അപ്പോ അവരതിന് തയ്യാറായില്ല. സ്രഷ്ടാവ് അവനാണെങ്കിൽ നിയമനിർമ്മാതാവും അവനായിരിക്കണം. അധ്യായത്തിലേക്കൊന്ന് പോയി അവസാന ഭാഗത്തേക്ക് ഒന്ന് പോട്ടെ. ഇനി സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇടുകയാണ്. അതായത് ഗുഹാവാസികളായ ചെറുപ്പക്കാര് അവിടെ കയറിയപ്പോ അവര് പറഞ്ഞു റബ്ബുനാ റബ്ബു സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ്. ആ വാക്കിനെ കുറിച്ച് തഫ്സീർ ഇബ്നു കസീർ പറയുന്നത് ഇങ്ങനെയാണ്: ഗുഹാവാസികളുടെ യുവാക്കളുടെ ചരിത്രമാണിത്. അവർ അന്നത്തെ രാജാവിന്റെ ശിർക്കിനെതിരെ പരസ്യമായി നിലകൊണ്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു റബത്ത് നൽകി, ഉറപ്പ് നൽകി. ആകാശഭൂമിയുടെ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. തൗഹീദ് ഒരു മനുഷ്യന് നൽകുന്ന, മനുഷ്യൻ എന്നുള്ളത് ടൈപ്പിൽ മാറിപ്പോയിട്ടുണ്ട്, മനുഷ്യന് നൽകുന്ന ആത്മബലത്തെ ഖുർത്തുബി പറയുന്നു. അവർ എഴുന്നേറ്റ് നിന്ന്, ഈ ലോകത്തെ എല്ലാവരും എതിരായിട്ട് 7 മനുഷ്യന്മാര് മാത്രമേ ഓരോള്ളൂ, പക്ഷെ അപ്പോൾ പോലും അവർ എഴുന്നേറ്റ് നിൽക്കാൻ അവർക്ക് ഒരു ഉറപ്പ് നൽകുന്നത് ആ തൗഹീദാണ്. അപ്പോ അസാബുൽ കഹ്ഫും അള്ളാഹുവിനെ കുറിച്ച് റബ്ബ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. മൗദൂ സാഹിബ് പറയേ, ഈ യുവാക്കൾ കൊട്ടാര സദസ്സിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. രാജാവിന്റെ പരമാധികാരത്തെ നിഷേധിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ റബ്ബായ അള്ളാഹുവിന്റെ പരമാധികാരത്തെ മാത്രമാണ് അവർ അംഗീകരിച്ചത്. ഇത് റുബൂബിയത്തിന്റെ രാഷ്ട്രീയ വശം കാണിക്കുന്നു. അതായത് രാജാവിനെതിരെ പോലും ഞങ്ങളുടെ റബ്ബ്, ഫിറൗൻ പറഞ്ഞല്ലോ അന റബ്ബുക്കുമുൽ അഅ്ല എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ റബ്ബ് ഞാനാണ്, നിങ്ങളുടെ എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ്. അല്ല, റബ്ബല്ല. റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ സൃഷ്ടിച്ച റബ്ബാണ് നമ്മളുടെ റബ്ബ്, അല്ലാതെ നീ മാത്രം റബ്ബാവൂല എന്നുള്ളതാണ് മൂസയുടെ മറുപടി. അപ്പൊ അടുത്ത ആയത്തുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് വെക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫിൽ തന്നെ വീണ്ടും വരുന്നുണ്ട്, സൂറത്തുൽ അംബിയ വരുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് മാറിക്കോട്ടെ. സൂറത്തുൽ മുഅ്മിനൂനിലെ ഖുൽ മർ റബ്ബുസ് സമാവാതി സബ് വ റബ്ബുൽ അർശിൽ അലീം, പ്രവാചകരെ ചോദിക്കുക 7 ആകാശങ്ങളുടെ രക്ഷിതാവും. അവിടെയും റബ്ബ് എന്നുള്ള വാക്ക് കാണാൻ സാധിക്കും. അടുത്ത ഇതിലേക്ക് പോയ സൂറത്തുൽ ജിന്നിൽ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, യാതൊന്നും ഞാൻ അവനിൽ പങ്കു ചേർക്കുന്നില്ല. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജിന്നുകളും മനുഷ്യരും അത്ഭുതത്തോടെ ചുറ്റും കൂടിയ സന്ദർഭ പശ്ചാത്തലമാണത്. തന്റെ പ്രാർത്ഥനയും ഇബാദത്തും പൂർണ്ണമായി തന്റെ റബ്ബിന് മാത്രമാണെന്നും അതിൽ ആരെയും പങ്കു ചേർക്കില്ലെന്നും നബി പറയുന്നു. അതായത് ജിന്ന് വംശത്തെയും മനുഷ്യവംശത്തിനോട് ഒരേപോലെയുള്ള പ്രഖ്യാപനമായിട്ടാണ് നബീനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് കേട്ടോ. ഖുർത്തുബിയിൽ അദ്ദേഹം പറയുന്നത് പ്രാർത്ഥനയും റുബൂബിയത്തും തമ്മിലുള്ള ബന്ധമാണിത്. അള്ളാഹു റബ്ബാണെങ്കിൽ ദുആ ആരോടായിരിക്കണം? ഇതാണ് അദ്ഉ റബ്ബി, റബ്ബിനോടാണ് ദുആ. അപ്പൊ ഇതാണ് അദ്ഉ റബ്ബി. നമ്മൾ റബ്ബന എന്ന് പറഞ്ഞിട്ടല്ലോ കൂടുതലും പ്രാർത്ഥിക്കുക അല്ലെ? റബ്ബന എന്നാണ്. ഇലാഹന എന്നുള്ളതിനേക്കാൾ കൂടുതൽ റബ്ബനാണ്. അതായത് റബ്ബ് ആയതുകൊണ്ട് അള്ളയാണ് എന്റെ റബ്ബ്. അല്ലാഹു റബ്ബി റബ്ബി ഗഫിർലി എന്നൊക്കെ പറയുമ്പോ എന്റെ റബ്ബേ എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ റബ്ബ് മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്നുള്ളത് കൊണ്ട്, നീയാണ് എന്റെ റബ്ബ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാ പ്രാർത്ഥനയുടെ മുമ്പിൽ അള്ളാഹുമ്മന്നോ അല്ലെങ്കിൽ റബ്ബനാന്നോണ് കാണാൻ സാധിക്കുക. അള്ളാഹുവേ നീ എന്റെ റബ്ബാണ് എന്നുള്ളത് കൊണ്ടാണ്. തഫ്സീർ ഖുർത്തുബിയിൽ പറയാം, പ്രാർത്ഥനയും റുബൂബിയത്തും തമ്മിലുള്ള ബന്ധം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവർക്ക് പ്രപഞ്ചത്തിൽ എന്തോ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം. പ്രവാചകന്റെ ദൗത്യത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അടുത്തയിലേക്ക് പോട്ടെ. അപ്പൊ ഇതിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് തരും. സൂറത്തുൻ നാസ് അവസാനത്തിൽ ഖുൽ അഊദു ബി റബ്ബിൻ നാസ് അല്ലെ? തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിന്റെ റബ്ബ് കേട്ടോ. ഞാൻ സൂറത്തുൽ ഫാത്തിഹയിലുള്ള ആയത്ത് എടുക്കാൻ ഞാൻ എന്താന്ന് വെച്ചാല്, അത് ഇങ്ങനെ റബ്ബ് വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് റബ്ബ്?
എന്നുള്ളത് വിശദീകരിക്കുന്ന ആയത്തുകളാണ് നമ്മൾ ഇന്ന് എടുത്തത്. വഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ പറയും, ഇതും കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സർവ്വലോകങ്ങളുടെയും റബ്ബാണെങ്കിലും മനുഷ്യരെ പ്രത്യേകം ആദരിച്ചുകൊണ്ടും മനുഷ്യർ നേരിടുന്ന വസ്വാസുകൾ, അതായത് വസ്വാസുകൾ എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ കുസൃതികൾ, ഇങ്ങനെ മനുഷ്യനിങ്ങനെ തോന്നുന്ന മനസ്സിലുള്ള കുറെ തോന്നലുകളാണ്, അതിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷ തേടാൻ കൽപ്പിക്കുന്നതിലുമാണ് മനുഷ്യരുടെ റബ്ബ് എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് അള്ളാഹുവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയങ്ങളുടെ റബ്ബ് അവനാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ തോന്നലുകൾ, നിങ്ങൾ ഇനി എത്ര സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടും എത്ര വലിയ ഒരാൾ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഭാരം പറഞ്ഞിട്ടും, നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് നിങ്ങൾ എത്ര പങ്കുവെച്ചിട്ടും, ഭാര്യയോട് കരഞ്ഞിട്ടും, നിങ്ങൾ മകൻ ഉമ്മയോട് പോയി കരഞ്ഞിട്ടും, ഇതൊക്കെ ആയാൽ പോലും അതിലൊക്കെ ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും, ഒരു റിലീഫ് ഉണ്ടാവും. യഥാർത്ഥ റബ്ബിനോടല്ലാതെ നിങ്ങൾ ശരണം തേടരുത്, അഭയം തേടരുത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി ഉണ്ടാവും. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. തഫ്സീർ ഖുർത്തുബിൽ പറയും, ഈ സൂറത്തിലെ 3 വിശേഷണങ്ങൾ, റബ്ബ്, മലിക്ക്, ഇലാഹിന്, റബ്ബിന്നാസ്, മലിക്കിനാസ്, ഇലാഹിന്നാസ് വരുന്നില്ല ആ റബ്ബ്. ഈ ക്രമത്തെ ഈ ഖുർത്തുബി ഇങ്ങനെ പറയുന്നത്, ആദ്യം ഒരു കുട്ടി ആശ്രയിക്കുന്നത് തന്നെ വളർത്തുന്നവനെയാണ്, അല്ലെ, ഒരു കുട്ടി. പിന്നീട് മുതിരുമ്പോൾ ഭരണാധികാരിയെ, മലിക്ക്. വിവേകം പൂർണ്ണമാകുമ്പോൾ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുന്നു. അപ്പൊ ഇത് 3 അള്ളാഹുവിലുണ്ട്. എന്നെ ജനിപ്പിച്ചത്, എന്നെ വളർത്തിയത്, അതോടൊപ്പം തന്നെ എന്നെ എന്താണ് യഥാർത്ഥ ഭരണാധികാരി എന്റേത് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുന്നു. ഇവ പൂർണ്ണമാകുമ്പോൾ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുന്നു, ഇലാഹിന്നാസ്. ഇവ 3 തികഞ്ഞവനാണ് അള്ളാഹു. തഫീമുൽ ഖുർആൻ മൗദൂദ് സാഹിബ് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരുടെ യഥാർത്ഥ നാഥൻ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ, റബ്ബാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന പിശാചുകൾക്കോ മറ്റ് ലൗകിക ശക്തികൾക്കോ മനുഷ്യന്റെ മേൽ അന്തിമ അധികാരമില്ലെന്ന് വിശ്വാസം ഉറപ്പിക്കുന്നു. എന്നെ ഈ ലോകത്ത് ഒരാൾക്കും, പിശാചിനോ മറ്റൊരാൾക്കോ ആർക്കോ ഒരാൾക്കും എന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റൂല. ഞാൻ ആരുടെയും ഒരു ഉപജാപത്തിലും പെട്ടുപോകൂല എന്ന് ഒരാൾക്ക് ഉറപ്പിട്ടപ്പോഴാ അള്ളാഹുവാണ് റബ്ബ്, എന്റെ മേലെ ഇവർക്ക് കഴിവുണ്ടോ എന്ന് ഉറപ്പിക്കുമ്പോഴോ. ഉറപ്പില്ലാത്തവന് പല തോന്നലും വരും, വസ്വാസ് വരും. അപ്പൊ ആ ഉറപ്പിക്കാൻ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കൽ ആവശ്യമാണ്. യഥാർത്ഥ സംരക്ഷണം നൽകാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഇതാണ് നിങ്ങളുടെ ഈ സ്ലൈഡ് നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലുള്ള സംഗതി എന്താന്ന് വെച്ചാല്, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ്, ഇലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഗുണവിശേഷങ്ങൾ, തൗഹീദ് പ്രധാനപ്പെട്ടും തൗഹീദുർ റുബൂബിയ, അള്ളാഹു റബ്ബാണെന്നുള്ള നമ്മളുടെ ആ വിഷയത്തിലെ തൗഹീദാണ്. രണ്ടാമത്തെ തൗഹീദുൽ ഉലൂഹിയ, അള്ളാഹു ഇലാഹാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് തൗഹീദുൽ അസ്മാ വസിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മാ ഹുസ്നയുണ്ട്, അള്ളാഹുവിന്റെ സിഫത്തുകളായി ഖുറാനിൽ ഗുണവിശേഷങ്ങളായി പറഞ്ഞ് ഈ 3 കാര്യങ്ങളും അറിയുക എന്നുള്ളത് ഇസ്ലാമിലെ അഖീദയാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ തുടങ്ങുന്നത്. ചിലപ്പോൾ ചിലവർക്ക് തോന്നി ഇതിപ്പോ അള്ളാഹ് നമ്മുടെ റബ്ബാണ്, നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്നൊക്കെ തോന്നും. പക്ഷെ ഈ അറിവാണ് വളരെ പ്രധാനപ്പെട്ട അറിവ്, അല്ലെ? ഈ വീടിന്റെ ഗൃഹനാഥൻ ആരാണെന്നല്ലേ ഏത് സെൻസസിന്റെ ആദ്യം ചോദിക്കുക. അപ്പൊ ഗൃഹനാഥൻ ഏതെങ്കിലും ഒരാളുടെ പേരൊന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ ഗൃഹനാഥൻ എന്നുള്ളത് ഈ നിങ്ങളുടെ പാരന്റ്, ഗാർഡിയൻ എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ച് തന്നെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആണാണോ പെണ്ണാണോ മറ്റേത് ഇതെന്നുള്ളത് ചോദിക്കാൻ നിങ്ങളുടെ ലോക്കൽ ഗാർഡിയൻ ആരാണെന്നോ. എങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ വസിക്കുമ്പോൾ ഈ ലോകത്ത് നിങ്ങളുടെ ഗാർഡിയൻ, യഥാർത്ഥ ഗാർഡിയൻ ആരാണ്? അപ്പൊ ഇത് ഖുർആനിലെ ഇനി ബാക്കിയുള്ള റബ്ബ് എന്നുള്ള പദം 100 കണക്കിന് 1000-ഓളം തവണയൊക്കെ ഖുർആനിലുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഈ റബ്ബ് വരുമ്പോ ഈ അർത്ഥം നിങ്ങൾ അവിടെ സങ്കല്പിച്ചിട്ട്, മലയാള വിശദീകരണം ചിലപ്പോൾ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ രക്ഷിതാവ് എന്നൊക്കെ ആയിരിക്കും. ഈ റബ്ബിന്റെ കനം നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് കൊടുത്തു നോക്കൂ. ഇറ്റ്സ് ട്രെമൻഡസ്. അത് വളരെ വലിയ മിറാക്കുലസ് ആയ ഒരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ നമ്മൾ ഈ ആയത്തുകൾ, നേരത്തെ തരുന്ന ആയത്തുകൾ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഇന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ ഓതിയിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ഒന്ന് അർത്ഥം പറയിപ്പിക്കാൻ ചില ആളുകളെ കൊണ്ട് ശ്രമിക്കും. അവസാന സമയത്ത് എത്തുമ്പോൾ ചിലപ്പോൾ 2-3 ആയത്തുകൾ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് സമയബന്ധിതമായി കൃത്യം 1 മണിക്കൂറിൽ തന്നെ നമ്മൾ എന്തൊക്കെ വന്നാലും പൂർത്തീകരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് അത് പലതിനും ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ശ്രമത്തെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഫീഡ്ബാക്കുകൾ നമുക്കൊരു 1-2 ക്ലാസ്സുകൾക്ക് ശേഷം എടുക്കാം, ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ എടുക്കാതെ. പക്ഷെ അതേസമയം ഈ സമയങ്ങളുമായി ബന്ധപ്പെടുത്തി അപ്പൊ നമുക്ക് ക്ലാസ്, ഈ ചില ആളുകൾക്ക് ഖത്തറിലും കുവൈത്തിലുള്ളവർക്ക് ഇന്ന് മഗ്‌രിബ് നിസ്കാരം വരുന്നതിന്റെ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രയാസം എന്ന് പറയുന്ന അത് ചില ആളുകളെങ്കിലും ആ ഒരു 5 മിനിറ്റ് ഒന്ന് മാറി നിന്നാലും പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും സംഭവിക്കില്ല. കാരണം ഇതിന്റെ ടെക്സ്റ്റ് ഇതൊക്കെയിലുണ്ട്. ക്ലാസ് മിസ്സാവാതെ നോക്കണം. ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ ഒരു പ്രസൻസ്
ആരൊക്കെ പ്രസന്റ് ഉണ്ടായിരുന്നു? ലീവ് ഉണ്ടായിരുന്നു, ആബ്സെന്റ് ഉണ്ടായിരുന്നു. ലീവും ആബ്സെന്റും വേറെ തന്നെ. പറയാതെ ലീവ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വേറെ രേഖപ്പെടുത്തണം. കോർഡിനേറ്റർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരായത്തെങ്കിലും ഇക്കൂട്ടത്തിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ആയത്തും വേണമെന്നില്ല. ഒരായത്ത് കുല്ലാവുദു റബ്ബിന്നാസ് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് അത് വേണ്ട. വേറെ ഏതെങ്കിലും ഒരു ആയത്ത്. അങ്ങനെ ആവുമ്പോ അള്ളാഹുവിന്റെ ഈ അർബാബ് എന്നുള്ള വരുന്ന ഏതെങ്കിലും ആയത്തോ. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ടേക്ക് അവേ ഉണ്ടാവും. ഈ തൗഹീദ്, അതുപോലെ തന്നെ ഈ എന്താണ് റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ സിഫാത്ത്, ഇതുമായി ബന്ധപ്പെടുത്തി വന്ന ഈ 4 ക്ലാസ്സുകൾക്ക് ശേഷം ഇതിൽ മൊത്തം ഉപയോഗിക്കപ്പെട്ട ഒരു 10-50 പദങ്ങൾ ഒരുമിച്ച് നമ്മൾ പറയും. റബ്ബ്, ഇലാഹ്, ഇത് അത്. അത് ഖുറാനിൽ ഏകദേശം 1000-ലധികം 5000-ഓളം തവണയൊക്കെ വന്ന പദങ്ങളായിരിക്കും. അപ്പൊ ഖുറാനിൽ മൊത്തം 70,000 പദങ്ങളിൽ ഒരു 5000-ഓളം പദങ്ങൾ നമ്മൾ ആദ്യത്തെ 4 ക്ലാസ് കഴിയുമ്പോൾ തന്നെ കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ വേറൊരു ഗുണം. അപ്പൊ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും, ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാൻ പറ്റും, അടുക്കും ചിട്ടയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഒപ്പം നിങ്ങൾ വേറെ പഠിക്കുന്ന ഏത് ഖുറാൻ സ്റ്റഡി സെന്ററും നിങ്ങൾ തുടർത്തിക്കോളൂ. ഇത് മാത്രമാണ് അവസാനത്തെ ക്ലാസ് ഇതെന്നൊന്നും നിങ്ങൾ കരുതരുത്. എന്ത് പഠനവും മറ്റൊരു പഠനത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹ്റു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം. ഒരു ഹദീസ് ഓർമ്മ വന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ, പിന്നെ ദാഖത്തുഉമുൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ആ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദി ആ, റസൂൽ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ അല്ലെ? ഉണ്ട് ഉണ്ട്. അപ്പൊ ശരിക്കും ഈമാനിന്റെ രുചി ആസ്വദിക്കുന്ന ആള് ആ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുമ്പോഴാണ് അയാളുടെ ഈമാൻ പൂർത്തിയാകുന്നത് എന്നല്ലേ? അതെ അതെ. അത് ഈ ഒരു അതാണ് ഇത്. വിഷയവുമായി കണക്ട് ഇതേപോലത്തെ ചെയ്യാൻ പറ്റുമല്ലോ. ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ഉണ്ടല്ലോ. ഇപ്പൊ റബ്ബ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെടുത്തിയുള്ള ഹദീസുകൾ എടുത്ത് നോക്കിയാൽ 100 കണക്കിന് ഹദീസ് ഉണ്ടാവും. ഇപ്പോ സഹോദരി പറഞ്ഞത് ദാക്ക ത്വഅമുൽ ഈമാൻ, ഈമാനിന്റെ രുചി ശരിക്കും കിട്ടുക ആർക്കാണ്? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹിനെ റബ്ബായിട്ട് ശരിക്കും തൃപ്തിപ്പെട്ടവനാണ്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കിയ റസൂല് പറഞ്ഞ വാക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വിശദീകരണ സഹിതം അള്ളാഹിനെ റബ്ബായിട്ട് മനസ്സിലാക്കിയ ആൾക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടും. ആള് നിസ്കരിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടാവും, പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടാവും, അള്ളാഹിനെ അനുസരിക്കുന്നതിന് ഒരർത്ഥം ഉണ്ടാവും, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനൊക്കെ അർത്ഥം ഉണ്ടാവും. അപ്പൊ ആ ടേസ്റ്റ് കിട്ടുക അപ്പോൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ റുബൂബിയത്തായിട്ടാണ് അതിന്റെ കണക്ഷൻ. മണലീബില്ല വബിൽ ഇസ്ലാമി ദീനൻ, അപ്പൊ ദീനായിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. വബി മുഹമ്മദീൻ റസൂലൻ നബിയൻ, അല്ലെ? അപ്പൊ ഇൻഷാ അള്ളാ ഇപ്രകാരം കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ റബ്ബ് എന്നുള്ള വാക്കുമായി ബന്ധപ്പെടുത്തി ഖുറാനിലെ ഈ 10 ആയത്തൊന്നല്ല, ഒരുപാട് ആയത്തുകളുണ്ട്. അതിലേക്ക് ചേർത്ത് നിങ്ങൾ ഖുറാൻ ഓതുമ്പോൾ ഈ ആശയങ്ങൾ ചേർക്കാൻ നോക്കുക. ആദ്യം നമ്മൾ പറയുന്ന ഭാഷാപരമായ അർത്ഥവും സാങ്കേതികമായ അർത്ഥവും അതിലൊരു ഫോക്കസ് ഉണ്ടാവുന്നത് നല്ലതാണ് ഇൻഷാ അള്ളാ. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കല്ലേ നമുക്ക് ഈ റബൂബിയത്ത് ഉലൂഹിയത്ത് ഇങ്ങനെ 1-2 ക്ലാസ്സുകളൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഓപ്പൺ സെഷൻ പോലെ അവസാനത്തെ ഇതൊരു ബ്ലോക്ക് ആയിട്ടായിരിക്കും. ഇന്നത്തെ വിഷയമായിട്ട് അടുത്ത വിഷയത്തിന് ബന്ധമുണ്ടാവും. അസ്മാ സിഫാത്തിനുണ്ടാവും. ഒരു മാസം കഴിയുമ്പോൾ ഏകദേശം ഒരു അടുത്ത ടോപ്പിക് ഉലൂഹിയത്തായിരിക്കും. ഇന്ന് റുബൂബിയത്ത് പോലെ ഇലാഹ് എന്നുള്ളതായിരിക്കും. അപ്പൊ എന്താണ് റബ്ബ് എന്നുള്ളത് പോലെ ഇലാഹ് എന്നുള്ള വാക്കിന്റെ ഭാഷാർത്ഥം, അതുപോലെ തന്നെ ഖുറാനിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരും. അപ്പോൾ അടുത്ത ക്ലാസ് ഇതാണ് എന്നറിഞ്ഞുകൊണ്ട് ആളുകൾ ചിലവർ ഇങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവരുത്. ക്ലാസ് ആവുമ്പോൾ ക്ലാസ് ആയിട്ട് തന്നെ നടക്കണം. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ തന്നെ നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ചിലവർക്ക് വ്യവസ്ഥാപിതമായിട്ടൊന്നും ക്ലാസ്സിലൊന്നും പങ്കെടുക്കാനൊന്നും അവസരം ഉണ്ടായിണ്ടാവില്ല. അവരുടെ ഒരു ഇസ്ലാമിയ കോളേജിലോ മറ്റിടത്തൊന്നും പഠിക്കാനൊന്നും അവസരം ഉണ്ടായില്ല. ചിലർക്ക് അവസരം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അല്ലാത്ത ആളുകൾ ഇങ്ങനെ ഇരുന്ന് ഒരു ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഒന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ നിങ്ങളോടൊക്കെ തന്നെ ചോദിക്കും. അപ്പൊ അന്ന് നമ്മൾ സൂറത്ത് യൂസുഫിൽ മറ്റാൾ എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് നമുക്കൊരു ഉറപ്പ് വേണം. അപ്പൊ അതുകൊണ്ടാണ് കോർഡിനേറ്റർമാര് അവരുടെ പ്രസൻസും ആബ്സെൻസും, ആരാണ് ലീവ് പറയാത്തത്, ലീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി എല്ലാ ആഴ്ചയും ഗ്രൂപ്പിൽ ഇടണം ഇൻഷാ അള്ളാ. പിന്നെ നിങ്ങൾ ഹിഫ്ള് പഠിച്ച് അങ്ങനെയൊക്കെയുള്ള സംഗതികളെ കുറിച്ചുള്ള ഫോളോ അപ്പും പരമാവധി നമ്മുടെ കോർഡിനേറ്റേഴ്സ്മാർ തന്നെയാണ് നടത്തുക നിങ്ങളുടെ ഗ്രൂപ്പിൽ. അപ്പൊ നിങ്ങൾ അവിടെയും കുറച്ച് ചർച്ചകൾ നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹബീബ് സാഹിബ് അവസാനിപ്പിച്ചോളൂ. ഇൻഷാ അല്ലാ. ബാക്കി അപ്പൊ ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ജസാക്കല്ലാ. കുറച്ച് ധാരാളമായിട്ട് സാഹിബിന്റെ അറിവിലും സമയത്തിലൊക്കെ കൂടുതൽ വർക്ക് തരട്ടെ. നമുക്കും ഈ ക്ലാസ് ഇതുപോലെ തുടർന്ന് കംപ്ലീറ്റ് ആക്കാനും ധാരാളം പഠിക്കാനും തൗഫീഖ് ആകട്ടെ ഇൻഷാ അല്ലാ.
ഒന്ന് അവസാനിപ്പിക്കാണ്ടാ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.